ഫാദർ സിജോ പന്തപ്പള്ളി അച്ഛനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഫാദർ ഡോക്ടർ ആലൻ ജോസ് മാത്യു അച്ഛന് നമ്മുടെ കൂടെ അച്ഛനെ ദയവായിട്ട് മുൻപോട്ട് ക്ഷണിക്കുകയാണ്. നമ്മൾ സ്വാഗതം ചെയ്തപ്പോൾ അച്ഛൻ പുറത്തൊക്കെ വളരെ ബിസിയിലായിരുന്നു. ദയവായിട്ട് ആലൻ അച്ഛന് മുമ്പോട്ട് കടന്നു വരണമേ എന്ന് ദൈവനാമത്തിൽ റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ സെഷന് സ്വാഗതം അരുളുന്നത് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ ഒരു സീനിയർ ലീഡറും ബൈബിൾ സൊസൈറ്റിയുടെ ഓക്സിലറി കമ്മിറ്റി അംഗവും ബൈബിൾ സൊസൈറ്റിയുടെ ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ബൈബിൾ സൊസൈറ്റിയുടെ ട്രഷറർ, നാഷണൽ കമ്മിറ്റി അംഗം, സെൻട്രൽ കൗൺസിൽ അംഗം, വിവിധ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള അനുഭവ സമ്പത്തുള്ള സ്നേഹമുള്ള അഡ്വക്കേറ്റ് പി വി ചെറിയൻ സാറാണ്. പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യാൻ ഈ സെഷന് സ്വാഗതം അർപ്പിക്കുവാനായിട്ട് സ്നേഹമുള്ള അഡ്വക്കേറ്റ് പി വി ചെറിയൻ സാറിനെ ക്ഷണിക്കുന്നു. ദയവായിട്ട് അച്ഛന്മാരെ ദയവായിട്ട് മുൻപോട്ട് കടന്നു വരുവാനായിട്ട് ദൈവനാമത്തിൽ ക്ഷണിക്കുകയും ചെയ്തു. ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. ബൈബിൾ സൊസൈറ്റി കേരള ഘടകത്തിൻ്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്ന ബൈബിൾ സൊസൈറ്റി ബ്രാഞ്ച് ഭാരവാഹികളുടെ റീജിയണൽ കോർഡിനേറ്റേഴ്സ് എല്ലാം ചേർന്നിരിക്കുന്ന ഒരു സമ്മേളനമാണല്ലോ. ബഹുമാനപ്പെട്ട സിജോ അച്ഛ, എല്ലാവരും ഒരു ക്ഷീണിതരായതുകൊണ്ട് കുറേ പേരൊക്കെ അവിടുന്ന് പിന്നെ ഒന്ന് കുളിക്കാനൊക്കെ പോയതായിരിക്കും. അതുകൊണ്ടാണ് ശകല ആൾ കുറഞ്ഞത്. എല്ലാവരും ഇവിടെ ഉണ്ട്. എന്നാലും ഇത് യൂട്യൂബിലൊക്കെ സംപ്രേഷണം ചെയ്യുന്നത് കൊണ്ട് അച്ഛൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇവിടെ നേരിട്ട് വരാത്തവർക്ക് പിന്നെയും കേൾക്കാനുള്ളൊരു അവസരമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരാൾ കുറവ് അച്ഛൻ ക്ഷമിക്കണം. ബാക്കിയുള്ളവരെല്ലാം യൂട്യൂബിലൂടെയൊക്കെ കേട്ടുകൊള്ളും. അച്ഛനെ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ നമ്മുടെ സെഷനിലെ പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാന്യനായ സിജോ അച്ഛനാണ് പങ്കെടുക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഈ കത്തീഡ്രലിൻ്റെ അന്തരീക്ഷത്തിൽ ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകർ ഒത്തുകൂടി ദൈവവചനം ധ്യാനിക്കുന്നതിന് നമ്മുടെ ഒരു വർഷത്തെ പ്രവർത്തനത്തിൽ കഴിഞ്ഞ ഒരു വർഷം നമുക്ക് 1,50,00,000 രൂപ 60,00,000 രൂപ ടാർജറ്റ് ചെയ്തെടുത്ത് 2,30,00,000 രൂപ കിട്ടി. അതിനെക്കുറിച്ചൊരു സ്തോത്രം ചെയ്യുന്നതിനൊക്കെ കൂടിയാണ് നമ്മൾ ഇവിടെ കടന്നു വന്ന് ഈ 2 ദിവസം ഇവിടെ ആയിരിക്കുന്നത്. ഇവിടുത്തെ കത്തീഡ്രലിൻ്റെ അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പം തന്നെ ഇവിടുത്തെ അന്തരീക്ഷത്തിന് നല്ലൊരു തണുപ്പുണ്ട്. മുമ്പ് ഒരു സഹോദരി എന്നോട് പറഞ്ഞു ഇച്ചിരി തണുപ്പ് കൂടുതലാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ബിലീവേഴ്സ് ചർച്ച് നമ്മളെ എന്ത് സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. നമ്മളെ തണുപ്പിച്ച ഒരു ചൂടോ ഉഷ്ണമോ പരവേശമോ ഒന്നും എടുക്കാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്കിരുന്ന് ദൈവവചനം കേൾക്കുന്നതിന് ഇവരുടെയൊക്കെ അനുഭവ സമ്പത്തുകളൊക്കെ പങ്കിടുന്നതൊക്കെ ഗ്രഹിക്കുന്നതിനൊക്കെ നല്ലൊരു അവസരം ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അന്തരീക്ഷമൊക്കെ ക്രമീകരിക്കുന്നതിന് ഇങ്ങനെ ബൈബിൾ സൊസൈറ്റിയുടെ ഈ ബ്രാഞ്ച് ഭാരവാഹികളുടെ സമ്മേളനം എവിടെ വെച്ച് നടക്കും എന്ന് ആദ്യം ആലോചിച്ചു കമ്മിറ്റിയായിട്ട്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ അധ്യക്ഷൻ കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഒരു കുഴപ്പവുമില്ല, ഞങ്ങളുടെ കാമ്പസിൽ വെച്ച് തന്നെ നമുക്ക് ഈ സമ്മേളനം നടത്താം, സർവ്വ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട്, നിങ്ങളൊന്നും ഭാരപ്പെടേണ്ടെന്ന് പറഞ്ഞു. വേറെ ഒന്നും ആലോചിച്ചില്ല. അത് കഴിഞ്ഞ് ഈ കാമ്പസിലേക്ക് വന്നു. ഞാൻ ഇതുവരെ നടന്ന 10-35 കൊല്ലമായിട്ട് എല്ലാ പ്രാവശ്യവും എല്ലായിടത്തും പോകുന്ന എന്തൊരു ഊഷ്മളമായ സ്വീകരണമാണ് ഇവിടെ ലഭിച്ചതെന്ന് നിങ്ങളോട് തുറന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ എനിക്ക് തോന്നുന്നത് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ ഇവിടുത്തെ അച്ഛന്മാരെല്ലാം ഇതുപോലെ എനർജറ്റിക്, എഫിഷ്യൻറ്റ്, കേപ്പബിൾ ഞാൻ നല്ല നമുക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ തരുന്നവരാണ്. ഞാൻ സിജോ അച്ഛന്, അതുകൂടാതെ നമ്മുടെ ആലൻ അച്ഛന്, അതുപോലെ ദാനിയൽ ജോൺസൺ അച്ഛന്, സഞ്ജീവ് ബെഞ്ചമിൻ അച്ഛന്, ഇവർ 4 പേരെയാണ് എപ്പോഴും മീറ്റ് ചെയ്തത്. 4 പേരിൽ നിന്നും ഒരാളിൽ നിന്നും മികച്ചതായിരുന്നു അടുത്തയാൾ. 4 പേരും ഒരുപോലെ. അല്ലഞ്ചനൊക്കെയാണെങ്കിൽ ഓരോ കുഞ്ഞു കാര്യത്തിന് പോലും നമ്മുടെ കൂടെ നടക്കാൻ, നീ വല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന, ഭക്ഷണം നമുക്ക് ക്രമീകരിക്കുന്ന കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും സിജോ അച്ഛന് ഏറ്റവും തിരക്കുള്ള ഒരു അച്ഛനാണ്. എങ്കിൽ പോലും നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ മെത്രാപ്പോളിത്തെ ഉൾപ്പെടെ വളരെ സന്തോഷത്തോടു കൂടി നടത്തുകയും, ഞാൻ അന്നേരം ഇവിടെ ഇരുന്ന് പല സമയത്തും ആലോചിച്ചു ഇവിടെ വെച്ച് തന്നെ നടത്താൻ നമുക്ക് തോന്നിയത് എന്ത് നന്നായി, എന്തൊരു അനുഗ്രഹപ്രദമായിരുന്നു. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയാമല്ല. എങ്കിലും നമ്മുടെ മീറ്റിങ്ങിൻ്റെ അവസാന ഭാഗത്ത് അതിനെല്ലാം ചേർത്ത് നന്ദി പറയുന്നുണ്ട്. എങ്കിലും നിങ്ങൾ 4 പേരും ഒരുമിച്ച് ഇവിടെ ഉള്ള സമയത്ത് ഞങ്ങളുടെ ഹൃദയം തുറന്നുള്ള ഒരു നന്ദി കൂടി ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. അലനച്ഛൻ രാവിലെ ഒരാളെ ഇവിടെ ഉണ്ടായിരുന്നു, പ്രസൻസ് എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 7:30 മുതൽ അച്ഛൻ ഇവിടെ ആക്റ്റീവായിട്ടുണ്ട്. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അച്ഛനോട് പല സമയത്ത് ഇവിടെ വന്നിരിക്കണമെന്ന് പറയുമ്പോൾ വളരെ സ്നേഹപൂർവ്വം അത് ഒഴിഞ്ഞു മാറി വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു വിധത്തിലും സമ്മതിക്കാതെ പിടിച്ചുകൊണ്ട് വന്നാണ്.
അച്ഛന് ഈ ക്യാമ്പസിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മൾ വന്ന അന്ന് മുതൽ ഞങ്ങളോട് തന്ന സഹകരണ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അച്ഛനെ വളരെ സ്നേഹപൂർവ്വം ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സിജോ പന്തപ്പള്ളി അച്ഛൻ ഈ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ എല്ലാമാണ്. ഇവരെല്ലാവരും അങ്ങനെ തന്നെയാണ്. എങ്കിലും 4 പേരും അങ്ങനെ തന്നെയാണ്. എങ്കിലും അച്ഛനെ കുറച്ചുകൂടെ കൂടുതലായിട്ട് പറയട്ടെ, അച്ഛനെ വളരെ ആക്റ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആളാണ്. ഈ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ സഭയുടെ PRO ആയിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായൊരു ആശുപത്രി ബിലീവേഴ്സ് ഹോസ്പിറ്റൽ, അതിൻ്റെ MD ആയി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യ സർവകലാശാലയുടെ സെനറ്റിൽ അച്ഛൻ്റെ മെമ്പറായി പ്രവർത്തിക്കുന്നു. വളരെ തിരക്കുള്ളൊരു അച്ഛനാണ്. എപ്പോഴും ഏത് സമയത്തും അച്ഛൻ ഹോസ്പിറ്റലിൽ തന്നെ, അവിടെ മാറാൻ സമയം കിട്ടുന്നില്ല. അതുപോലെ സഭയുടെ മറ്റു കാര്യങ്ങൾ PRO എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് ബൈബിൾ സൊസൈറ്റിയോടുള്ള സ്നേഹത്തിലെ, ബൈബിൾ സൊസൈറ്റിയോടുള്ള സഹകരണത്തിലെ, സ്നേഹത്തിലെ ഒരു സെഷൻ കൈകാര്യം ചെയ്യാവുന്ന അച്ഛൻ സമ്മതിച്ചത് തന്നെ ബൈബിൾ സൊസൈറ്റിയിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷവും സ്നേഹവും ഉള്ളൊരു അവസരമാണ്. അച്ഛൻ ഈ സമയത്ത് സമയം കണ്ടെത്തി ഞങ്ങളോട് ഒരുമിച്ച് ആയിരിക്കുന്നതിനും ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിനും അച്ഛൻ എത്തിച്ചേർന്നു. അച്ഛനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ബൈബിൾ സൊസൈറ്റിയിലെ 160 ബ്രാഞ്ചുകളുടെ ഭാരവാഹികളുടെ ഓരോരുത്തരുടെയും പേരിൽ, കേരള ഓക്സിലറി കമ്മിറ്റിയുടെ പേരിൽ ഇവിടെ വന്നു കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിൽ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു. പ്രിയപ്പെട്ട ജയ്ക്കുവാൻ അച്ഛൻ, മറ്റ് അച്ഛന്മാർ, ബാക്കി എല്ലാവരും ഉണ്ട്. ഈ സെഷനിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്തോളൂ. താങ്ക് യു. അച്ഛനെ ഈ സെഷനിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിയുടെ ഭാരവാഹികളോട്, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ജേക്കബ് അച്ഛനോടുള്ള നന്ദി ആദ്യമേ തന്നെ അറിയിക്കട്ടെ, ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിനായിട്ട്. പ്രിയപ്പെട്ട സാറ് ഇൻട്രഡക്ഷൻ പറഞ്ഞപ്പോൾ 2 മെസ്സേജാണ് എനിക്ക് തന്നത്. ഒന്ന്, ആളുകൾ ക്ഷീണിതരായതുകൊണ്ട്, ഹോസ്റ്റലിലൊക്കെ ആയതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് ഇവിടെ എത്തുന്നത്. 2, ആളുകൾ ക്ഷീണിതരായതുകൊണ്ട് അച്ഛൻ നീട്ടി പ്രസംഗിക്കരുത്. അപ്പോൾ ഈ 2 മെസ്സേജും ഞാൻ തമാശ പറഞ്ഞതേ ഉള്ളൂ. ഈ 2 മെസ്സേജും ഞാൻ സ്വീകരിച്ചു. ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ഇതിലാണ് ഉള്ളത്. കാരണം ഞങ്ങളുടെ ഈ കത്തീഡ്രൽ പള്ളിയിൽ ഞങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന കുർബാന ഇംഗ്ലീഷിലാണ്. പിന്നെ ഞാൻ ഏകദേശം 13 വർഷത്തോളം കൽക്കട്ടയിലായിരുന്നു ശുശ്രൂഷ ചെയ്തത്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളുടെ, സംസ്ഥാനങ്ങളുടെ ചാർജിൽ ഞാൻ കൽക്കട്ടയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മലയാളത്തിൽ പ്രസംഗിച്ച, എത്ര വർഷം മുമ്പാണ് മലയാളത്തിൽ പ്രസംഗിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും അച്ഛൻ ഇംഗ്ലീഷിൽ വലിയ മിടുക്കനാണെന്ന്. എനിക്ക് ഇംഗ്ലീഷ് അത്രയും കൂടെ അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഈ പ്രസംഗത്തിൽ മലയാളത്തിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും വളരെ വിദഗ്ധരാണെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് എൻ്റെ പോരായ്മകൾ സദ്യം ക്ഷമിക്കണമേ എന്ന് ഞാൻ ആദ്യമേ യാചിക്കുകയാണ് നിങ്ങളോട്. എനിക്ക് ഇന്ന് തന്നിരിക്കുന്ന വിഷയം മേക്കിംഗ് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ പീപ്പിൾസ് ത്രൂ ദ ലിവിങ് വേർഡ് എന്നുള്ളതാണ്. അതിന് ജീവിക്കുന്ന വചനത്തിലൂടെ എല്ലാ ജാതികളെയും ശിഷ്യരാക്കുക എന്നുള്ളത്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യം മാത്രം ഞാൻ വായിക്കുന്നുള്ളൂ. അടുത്ത സെഷൻ 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ അച്ഛാ? 7 o'clock. അത് മത്തായിയുടെ സുവിശേഷം 28 അധ്യായം. നിങ്ങൾക്ക് ബൈബിൾ തുറക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം നിങ്ങൾക്ക് ബൈഹാർട്ടായിട്ടുള്ള വചനമാണ്. മത്തായിയുടെ സുവിശേഷം 28 അധ്യായം, അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. അതിങ്ങനെയാണ് പറയുന്നത്: യേശു അടുത്ത് ചെന്ന്
സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പോൾ യേശുവിൻ്റെ സ്വർഗ ആരോഹണത്തിന് മുൻപ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ അവസാന വാക്കുകളിൽ ചിലതെന്ന് പറയുന്നത് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വലിയ ചടങ്ങുകൾ സംഘടിപ്പിക്കാനോ ഒന്നുമായിരുന്നില്ല, മറിച്ച് വളരെ ലളിതമായ എന്നാൽ വളരെ ആഴത്തിലുള്ള ഒരു ദൗത്യമായിരുന്നു. എന്തായിരുന്നു ദൗത്യം? എല്ലാ ജാതികളെയും ശിഷ്യരാക്കുക എന്നുള്ള വളരെ ലളിതമായൊരു ദൗത്യമാണ് കർത്താവായ യേശു തമ്പുരാൻ സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് ശിഷ്യന്മാർക്ക് നൽകിയത്. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ അകത്ത് 2 പ്രധാന വാക്കുകളാണ് ഉള്ളത്. ഒന്ന് ഡിസൈപ്പിൾസ്, ശിഷ്യർ. 2 ദ ലിവിങ് വേർഡ്. ഓക്കെ, 2 വാക്കുകളാണ് ഉള്ളത്. ശിഷ്യർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ശിഷ്യൻ ഗുരുവിൻ്റെ കീഴിലുള്ള ഒരാൾ അല്ലേ. മറ്റൊരു വാക്യത്തിൽ പറഞ്ഞാൽ ഒരു ഗുരുവിൻ്റെ ജീവിതവും ദർശനവും അല്ലെങ്കിൽ ഉപദേശവും അനുകരിച്ച് ജീവിക്കുന്ന ഒരാളാണ് ശിഷ്യർ എന്ന് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ളവരാണ് ശിഷ്യർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ലിവിങ് വേർഡാണ്, ജീവിക്കുന്ന വചനം. അത് എഴുതപ്പെട്ട ജീവിക്കുന്ന വചനവും പിന്നെ ക്രിസ്തുവിൻ്റെ ജീവിതവും, ഇത് രണ്ടും ജീവിക്കുന്ന വചനമായി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ദൗത്യം ശിഷ്യർ ആക്കുക എന്നുള്ള ദൗത്യമാണ്. ദ മാൻഡേറ്റ് ടു മേക്ക് ഡിസൈപ്പിൾസ്. നമ്മൾ ഈ വേദഭാഗ്യം വായിച്ചു. അനേകം വേദഭാഗങ്ങൾ ബൈബിൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതെല്ലാം വായിക്കാൻ സമയക്കുറവുകൊണ്ട് ഞാൻ മുതിരുന്നില്ല. എന്നാൽ ഈ ദൗത്യം സാർവദേശീയമായൊരു ദൗത്യമാണ് അല്ലേ. നമ്മൾ വായിക്കുമ്പോൾ എല്ലായിടത്തും പോയി എന്ന് പറയുമ്പം തന്നെ അതിർവരമ്പുകൾ അവിടെ ഭേദിച്ചു കഴിഞ്ഞു അല്ലേ. ജാതിയില്ല, മതമില്ല, രാഷ്ട്രമില്ല, അതിർവരമ്പുകളില്ല, മതിലുകളില്ല, ഒന്നുമില്ല. സാർവദേശീയമായ ഒരു ദൗത്യം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. സംസ്കാരങ്ങളും മതിലുകളും ദേശങ്ങളും കടന്നുള്ള ഒരു ദൗത്യം. ആ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് മതിലുകളില്ലാതെ അതിർവരമ്പുകളില്ലാത്ത ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ വില്യം കേരി ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ആ ദൗത്യം നിർവഹിച്ചത്. അതിർവരമ്പുകളില്ലാതെ യേശുവിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് ശിഷ്യരാക്കുക എന്നുള്ള ദൗത്യം വളരെ തീഷ്ണമായ ഒരാഗ്രഹത്തോടു കൂടിയാണ് അല്ലെ. അക്സെപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്, അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ് എന്ന് പറഞ്ഞ് വില്യം കേരി നമ്മുടെ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന് ആ ദൗത്യം നിർവഹിച്ചത്. അപ്പോൾ ഈ ദൗത്യത്തിൻ്റെ പ്രേരണ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ പ്രേരണ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന മാൻഡേറ്റ് മാത്രമല്ല, ഇത് നമ്മുടെ കടമ അല്ല. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ കടമയാണെന്ന് പറയാൻ പോകുന്നത്. കടമയാണെങ്കിലും അതിലുപരി ഇതൊരു സ്നേഹത്തിൻ്റെ പ്രവാഹമാണ് അല്ലേ. ഒരു ഡ്യൂട്ടി ആയിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് ഇത് നമ്മുടെ മനസ്സിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു സ്നേഹമായി പ്രവഹിക്കണം. എനിക്ക് തോന്നുന്നു വില്യം കേരിയൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ ആ സ്നേഹത്തിൻ്റെ നിറവ് കൊണ്ടാണ്, ഈ വചനത്തോടുള്ള സ്നേഹത്തിൻ്റെ നിറവ്, മറ്റുള്ളവരെ യേശുവിലേക്ക് ആകർഷിക്കണമെന്നുള്ള ആ സ്നേഹത്തിൻ്റെ നിറവിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ വചനത്തിന് ഒരു ശക്തിയുണ്ട്. ഹെബ്രായരുടെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാം വചനത്തിൽ പറയുന്നുണ്ട്, ദൈവവചനം ജീവനുള്ളതാകുന്നു, പ്രവൃത്തിയുമാകുന്നു, 2 മുനയുള്ള വാളിനേക്കാൾ മൂർച്ച ഉള്ളതും ആകുന്നു. അപ്പം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വചനം ജീവൻ നൽകുന്ന വചനമാണ് അല്ലേ. ഞാൻ ഒരിക്കലിങ്ങനെ വായിക്കുന്നുണ്ട്, ഒരു പുരോഹിതൻ
ഒരു ഹോട്ടൽ മുറിയിൽ ഒരു ബൈബിള് വെച്ചിട്ട് പോയി. എന്നിട്ട് ആ ബൈബിളിൽ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെയും എഴുതി ആരെങ്കിലും വന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ചിട്ട് പോയി. കുറേ നാളുകൾക്ക് ശേഷം ഒരു വ്യക്തി ആ മുറി വാടകയ്ക്കെടുത്ത്, ഹോട്ടലിൽ ആ മുറി വാടകയ്ക്കെടുത്ത് താമസിച്ചു. തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി, ആത്മഹത്യക്ക് വേണ്ടി ആയിരുന്നു അദ്ദേഹം ആ മുറി വാടകയ്ക്കെടുത്തത്. അങ്ങനെ ആത്മഹത്യക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഈ ബൈബിള് കണ്ടു. അങ്ങനെ ഈ ബൈബിൾ എടുത്ത് സങ്കീർത്തനം 23-ാം അധ്യായം വായിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റപ്പെട്ടു. എന്നിട്ട് ഈ പുരോഹിതനെ കത്തെഴുതി, ഞാൻ ആ നല്ല ഇടയനെ കണ്ടു, അങ്ങനെ ജീവിതത്തിലെങ്കിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അതാണ് ഈ വചനത്തിൻ്റെ ശക്തി. മരണത്തെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ജീവൻ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് വചനം എന്ന് പറയുന്നത്. ഈ വചനമാണ് ശിഷ്യരെ രൂപപ്പെടുത്തുന്നത്. ഈ വചനമാണ് ശിഷ്യരെ ഉണ്ടാക്കുന്നത്, അല്ലേ? നമ്മുടെ ഈ വചനം എങ്ങനെയാണ് ശിഷ്യന്മാരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നാം പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 3 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നു. 1, ഇവാഞ്ചലിസം, അല്ലേ? നമ്മുടെ ഈ വചനം പങ്കിടുക എന്നുള്ളത്. നമ്മളെല്ലാം ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നവരാണ്. 2 എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നത്, ടീച്ചിങ്. 1 ഇവാഞ്ചലിസം, 2 ടീച്ചിങ്, വചനം മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. 3 ലിവിങ് ദ വേർഡ്. ഇവാഞ്ചലിസം ഉണ്ട്, ടീച്ചിങ് ഉണ്ട്, എന്നാൽ ആ വചനമായി നാം നമ്മുടെ ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ ആ വചനത്തെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറയും സാക്ഷ്യം ആയി നിലകൊള്ളുക എന്നുള്ളതാണ്. അതാണ് ഇന്ന് ഏറ്റവും കുറവ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്. നമുക്ക് ആ വചനത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള നാളുകളായിട്ടാണ് നാം കാണുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പലപ്പോഴും നാം ജീവിക്കുന്ന സാഹചര്യങ്ങളാണ്, അല്ല? നമ്മളെപ്പോഴും ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പണ്ടത്തെ കാലഘട്ടം മാറി ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടം പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 50,000 ഉദാഹരണങ്ങൾക്ക് നമുക്ക് പറയാനുണ്ടാവും കാലഘട്ടം മാറുന്നത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എടുത്താൽ, ഞാൻ വീട്ടിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ജോലിയും പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് 3 കുട്ടികളാണ്. മൂത്ത മോള് 10, 10ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ മോൻ 6ാം ക്ലാസ്സിൽ, മൂന്നാമത്തത് 2ാം ക്ലാസ്സിൽ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത് വീട്ടിൽ കയറി ചെല്ലുമ്പം പിള്ളേരെ എഴുന്നേൽപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് പണ്ടത്തെ കാലത്ത് നമ്മളൊക്കെ വീട്ടിൽ നമ്മുടെ അപ്പന്മാർ വീട്ടിലോട്ട് കയറി വന്നാൽ ഇരിക്കുന്ന കസേരയിൽ നിന്ന് അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകും, അല്ല? ആരും പറയേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ കൊച്ചുമക്കൾ കാലിന്മേൽ കാലും കയറ്റി മൊബൈലിൽ ഇങ്ങനെ മറ്റേ ചുണ്ണാമ്പ് തോണ്ടിക്കൊണ്ടിരിക്കുന്ന പോലെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് കാണുന്ന അവസ്ഥ. അപ്പോൾ ഞാനിപ്പം പഠിപ്പിക്കുവാണ്, മുതിർന്നവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ചൂരിലെടുത്ത് അടിച്ച് പഠിപ്പിക്കേണ്ട അവസ്ഥയായി. അതാണ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്. സ്കൂളുകൾ ഇല്ല, നമ്മളെല്ലാം കുട്ടികളെ സ്കൂളിൽ വിടുന്നു. പണ്ട് സ്കൂളിൽ നിന്നും ഒരു അധ്യാപകൻ നമുക്ക് 2 തല്ല് തന്നാൽ വീട്ടിൽ പോയി മിണ്ടില്ല. കാരണം എന്താ? വീട്ടിൽ പോയി പറഞ്ഞാൽ അധ്യാപകനെ തല്ലിയതിന് 2 തല്ല് നമുക്ക് അപ്പനും അമ്മയും തരും, അല്ല? നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് തല്ലിയതെന്ന് പറഞ്ഞാൽ 2 എണ്ണം കൂടെ നമുക്ക് കിട്ടും. ഇന്ന് കുട്ടികളത് വീട്ടിൽ പോയി പറഞ്ഞാൽ അപ്പനും അമ്മയും ചൂരിലെടുത്ത് ടീച്ചറെ തല്ലാൻ വേണ്ടി ചെല്ലും. നമ്മുടെ സാഹചര്യങ്ങൾ മാറി, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ മാറി. എത്രമാത്രം കംഫർട്ടബിളായി നമുക്ക് ജീവിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ വളർത്താം. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ വിശുദ്ധനായിട്ട് ജീവിക്കുന്ന ഒരാളായിട്ടല്ല, ഞാനടക്കം ബുദ്ധിമുട്ടുകയാണ് ഈ സമൂഹത്തിൽ നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടി പക്ഷെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആശ നല്ല വീട് വേണം, നല്ല കാറ് വേണം, കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കണം. ഇതെല്ലാം നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ സ്വപ്നങ്ങളാണ്. അപ്പോൾ ആ സ്വപ്നത്തിൽ നാം കൈവിട്ടു പോകുന്നത് യേശുവിനെ പിന്തുടരാനുള്ള നമ്മുടെ ദൗത്യമാണ്. ഞാനൊരു എക്സാമ്പിൾ ഇടയ്ക്ക് പറയും. ഓർത്തപ്പോൾ ഒരു പേപ്പർ എടുത്താൽ ഈ നമ്മൾ ഒരുപാട് സ്വപ്നം കാണും. സ്വപ്നം കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർത്ത് കൂട്ടും. ഞാനിപ്പം പറഞ്ഞ പോലെ നമുക്ക് നല്ല വീട് വേണമെന്ന് പറയും, അല്ലേ?
ഇത് ഏകദേശം ഒരു വീട് പോലെ ആയില്ലേ? ഇല്ലേ? അപ്പോൾ ഒരു വ്യക്തിയുടെ വലിയ ആഗ്രഹമായിരുന്നു നല്ല വീടുണ്ടാക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പുള്ളി ഇങ്ങനെ നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കി. പക്ഷേ പുള്ളിക്ക് സമാധാനം കിട്ടുന്നില്ല, വീടുണ്ടാക്കിയിട്ടൊന്നും സമാധാനം കിട്ടുന്നില്ല. അപ്പം പുള്ളി ചിന്തിച്ചു, എന്നാൽ വല്ല റോക്കറ്റിലും കയറി വിദേശത്തോട്ടോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് വല്ലതും കയറി എവിടെയെങ്കിലും ഒന്ന് പോയി കളിയാന്ന് വിചാരിച്ച് പുള്ളി ഒരു ഫ്ലൈറ്റിലൊക്കെ കയറി ട്രാവൽ ചെയ്തു. എന്നിട്ടും പുള്ളിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. അവസാനം പുള്ളി ചിന്തിച്ചു, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ സമാധാനം തരുന്നില്ല, അപ്പം ഇതെല്ലാം അങ്ങ് നഷ്ടപ്പെടുത്തിയേക്കാം, അല്ല ഞാൻ ഉണ്ടാക്കിയതെല്ലാം അങ്ങ് നഷ്ടപ്പെടുത്തിയേക്കാമെന്ന് വിചാരിച്ച് പുള്ളി ഈ ലോകത്തിൻ്റെ സുഖങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി. ലോകത്തിൻ്റെ സുഖങ്ങളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് എന്താ കിട്ടിയെന്നറിയോ? എന്തായിരിക്കും ഇത്? എന്തായിരിക്കും കിട്ടിയതെന്താ? ഒരു കുരിശാൻ, ഒരു കുരിശിനെ പിന്തുടരാൻ. അപ്പം നമുക്ക് വേണ്ടത് എന്താ? ഈ കുരിശിനെ പിന്തുടരുക എന്നുള്ളതാണ്. ലോകത്തിൻ്റെ സുഖങ്ങളെല്ലാം കീറി മാറ്റി നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ദൗത്യം എന്താണോ ആ ദൗത്യത്തെ പിന്തുടരുക എന്നുള്ളതാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം വചനം നന്നായി പഠിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ വചനം പഠിപ്പിച്ച് ശിഷ്യന്മാരെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ് അതിൻ്റെ റിസൾട്ട്? വചനത്തിൽ അടിയുറച്ച സഭകൾ ഉണ്ടാക്കപ്പെടും. അല്ല, നമ്മുടെ എല്ലാം ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്, അല്ല, ദൈവത്തിൽ വിശ്വസിച്ച് നമ്മളൊരു ഈ വചനം നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മളൊരു മതത്തെ അല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? ബൈബിളിൽ ഉടനീളം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരെയാ? ഒരു വ്യക്തിയാണ്, അല്ലേ? ജീസസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഒരു മതമല്ല നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അവനെ പിന്തുടരാൻ, അതാണ് ശിഷ്യരാക്കുക എന്ന് പറയുന്നത്, അല്ലേ? ഒരു ഗുരുവിനെ പിന്തുടരാൻ വേണ്ടിയിട്ടാണ്, ഒരു മതത്തെ പിന്തുടരാൻ വേണ്ടിയല്ല. ആ ഗുരുവിനെ പിന്തുടരാൻ നാം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത് വചനത്തിൽ അടിയുറച്ച സഭകൾ ഉണ്ടാക്കപ്പെടും എന്നുള്ളതാണ്. അതാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ ദൗത്യം വളരെ വ്യക്തമാണ്. എന്താണ് ദൗത്യം? എല്ലാ ജാതികളെയും ശിഷ്യരാക്കുക എന്നുള്ളതാണ് ദൗത്യം. ദൗത്യം വളരെ വ്യക്തമാണ്. മാർഗം വളരെ ശക്തമാണ്. എന്താണ് മാർഗം? വചനം, ദ ലിവിങ് വേർഡ്, അതാണ് മാർഗം. പറയുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക. ദ ലിവിങ് വേർഡ്, അതാണ് നമ്മുടെ മാർഗം. മാതൃക കൃത്യമാണ്. എന്താണ് നമ്മുടെ മാതൃക? യേശുക്രിസ്തു ആണ് നമ്മുടെ മാതൃക. യേശുക്രിസ്തു ജീവിച്ചതുപോലെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇത് മൂന്നുമേ നമ്മുടെ ജീവിതത്തിൽ ഉള്ളൂ. ദൗത്യം നാം ഏറ്റെടുക്കണം. ലോകമെങ്ങും പോയി സുവിശേഷം പറയുക എന്നുള്ള ദൗത്യം നാം ഏറ്റെടുക്കുക. എല്ലാ ജാതികളെയും ശിഷ്യരാക്കുക, ക്രിസ്തുവിനെ പിന്തുടരാൻ എല്ലാ ജാതികളെയും ആഹ്വാനം ചെയ്യുക എന്നുള്ള ദൗത്യം വളരെ കൃത്യമാണ്. മാർഗം നമ്മുടെ കയ്യിലുണ്ട്. അത് വളരെ ശക്തിയുള്ള മാർഗമാണ്. ജീവൻ്റെ വചനമാണ് നമ്മുടെ മുന്നിലുള്ള മാർഗം. നമുക്ക് മുന്നിലുള്ള മാതൃക എന്ന് പറയുന്നത് നമ്മുടെ തന്നെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവാണ്. ചോദ്യം: എല്ലാ ദിവസവും ദിവസേന ഞാൻ ജീവിക്കുന്ന വചനത്തിലൂടെ രൂപാന്തരപ്പെടുന്നുണ്ടോ? മറ്റുള്ളവനെ ശിഷ്യനാക്കുന്നതിന് മുമ്പ് എനിക്കൊരു രൂപാന്തരം ആവശ്യമാണ്, അല്ലേ? എനിക്ക് ഒരു രൂപാന്തരം ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു ഗുരു ആകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ശിഷ്യന്മാരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞതാ, ഒരു ശിഷ്യൻ, ഒരു ഡിസൈപ്പിൾ എന്ന് പറയുന്നത് ഒരു ഗുരുവിൻ്റെ ആദർശവും ജീവിതവും പഠിപ്പീരും ഉപദേശവും എല്ലാം പിന്തുടർന്ന് അനുകരിക്കുന്നവരാണ് ശിഷ്യരെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ശിഷ്യന്മാരെ ഉണ്ടാക്കണമെങ്കിൽ നാം എന്തായിരിക്കണം? നമ്മുടെ ജീവിതം അവർക്ക് മാതൃകയാകാൻ പറ്റുന്നതായിരിക്കണം. നമ്മുടെ ജീവിതം അവർക്ക് പിന്തുടരാൻ പറ്റുന്നതായിരിക്കണം. അപ്പം അങ്ങനെയുള്ളതാണോ നമ്മുടെ ജീവിതം എന്ന് ചിന്തിക്കേണ്ട, ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരവസരം കൂടിയാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ആ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഈ വചനം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നമ്മൾ ആ കർഷകൻ വിത്ത് വിതയ്ക്കുന്ന ആ
ആ സ്റ്റോറിയൊക്കെ നമുക്കറിയാം അല്ലേ. അത് ചിലത് നല്ല മണ്ണിൽ വീഴും, ചിലത് പാറയിൽ വീഴും. വിത്ത് വിതയ്ക്കുന്നതാണ് നമ്മുടെ ജോലി. അത് നന്നായി വിതയ്ക്കുക. അതിന് വളർച്ച നൽകുന്ന ആരാ? ദൈവമാണ്. അത് ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം തീർച്ചയായിട്ടും ചെയ്യുക തന്നെ ചെയ്യും. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ശക്തമായി വിശ്വസ്തയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ കൽക്കട്ടയിൽ ആയിരുന്നപ്പോൾ ഞങ്ങളുടെ ഭാഗ്യസ്മരണീയനായ മെത്രാപ്പോലിത്ത ഒരു ദിവസം ഫോൺ വിളിച്ച് ഒരു പത്രവാർത്ത കണ്ട്. ബന്തകി എന്ന് പറയുന്നൊരു വില്ലേജ് ഉണ്ടായിരുന്നു കൽക്കട്ടയിൽ. ആ വില്ലേജിൽ ടെലിഗ്രാഫിൽ വന്നൊരു വാർത്തയാണ് അമ്മമാർ കുട്ടികളെ മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ വാർത്ത ഞങ്ങളെല്ലാം വായിച്ചു. വാർത്ത പോലെ തന്നെ കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ എനിക്ക് നമ്മുടെ മരിച്ചുപോയ കാലം ചെയ്ത മെത്രാപ്പോലിത്തയുടെ വിളി വരുന്നു. തിരുമേനി എന്നിട്ട് എന്നോട് ചോദിച്ചു, ഈ വാർത്ത അച്ഛൻ വായിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വായിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞു തിരുമേനി വായിച്ചു, വളരെ കഷ്ടമുണ്ട്. തിരുമേനി ഭയങ്കര രോഷാകുലനായി. തിരുമേനിയോട് ചോദിച്ചു, അന്ന് എനിക്ക് കുട്ടികളുണ്ടായിട്ടില്ല, പക്ഷേ തിരുമേനിയോട് ചോദിച്ചു, അച്ഛനൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ, അച്ഛൻ്റെ കുട്ടിയാണ് ഈ മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിരുന്നെങ്കിൽ അച്ഛനെ വേദനിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് അച്ഛൻ ട്രാവൽ ചെയ്ത് അവിടെ ചെല്ലാത്തതെന്ന് ചോദിച്ചു. എന്നെ വളരെയധികം ചിന്തിപ്പിച്ചതാണ്. കാരണം ഞാനൊരു വാർത്ത പോലെ വായിച്ചു വിട്ടത് ഇങ്ങ് കേരളത്തിലിരുന്ന് എൻ്റെ മെത്രാപ്പോലിത്ത വായിച്ച് വേദനയെടുത്ത് എന്നെ വിളിച്ച് പറയുന്നു, ഈ വാർത്ത കണ്ടപ്പോൾ അടുത്ത ബസ് പിടിച്ച് ആ വില്ലേജിൽ അച്ഛൻ ചെല്ലേണ്ടിയിരുന്നില്ലേ എന്ന് ചോദിച്ചു. അടുത്ത ബസ് എടുത്ത് ഞാൻ പോയി. ആ വില്ലേജിൽ അവരെ എല്ലാം ഒത്തുചേർത്ത് അവിടെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി. അവിടുത്തെ സ്ത്രീകളെ ടൈലറിങ് പഠിപ്പിച്ചു. നമ്മുടെ അച്ഛന്മാരും എല്ലാം പോയി വചനം പറഞ്ഞു കൊടുത്തു. അവിടെ ഒരു ചർച്ച് പ്ലാൻ ചെയ്യപ്പെട്ടു. ഇപ്പോൾ ആ വില്ലേജ് മുഴുവൻ മാറി. അതിനുശേഷം വലിയ മെത്രാപ്പോലിത്തയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇവിടുന്ന് ഒരു ടീം ഓഫ് മീഡിയ പേഴ്സൺസ്, നമ്മുടെ മനോരമ, മാതൃഭൂമി, മംഗളം, അങ്ങനെയുള്ള ഒരു 12ഓളം മീഡിയക്കാരെ ഞാൻ കൽക്കട്ടയിലെ പല ഭാഗങ്ങളിൽ കൊണ്ടുപോവുകയുണ്ടായി. അങ്ങനെ ഈ ബന്തകി എന്ന് പറയുന്ന സ്ഥലത്തും ചെന്നു. പത്രത്തിൽ ഫോട്ടോ കണ്ട കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഈ പത്രപ്രവർത്തകർ നമ്മളറിയാതെ ഇവരുടെ കുറച്ച് വീടുകൾ വിസിറ്റ് ചെയ്തു. വീട് വിസിറ്റ് ചെയ്തപ്പം അവരെ സർപ്രൈസ് ചെയ്തത് ഈ ദൈവങ്ങളുടെ, ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോസൊക്കെ അവിടെ ഉണ്ട്. ആ കൂട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ തിരുമേനിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പം അവരെ സ്വാധീനിക്കുന്ന ശക്തിയായിട്ട് മാറാൻ ആ ഒരു തിരുമേനിയുടെ ഒരു കോള് കഴിഞ്ഞെന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ശിഷ്യനാക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും അത് ആവശ്യത്തിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പലപ്പോഴും സാധിക്കാണ്ട് വരുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടെങ്കിൽ പോലും ആ ഓപ്പർച്യൂണിറ്റികളെ ഉപയോഗിച്ച് കർത്താവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ. ഞങ്ങൾ കൽക്കട്ടയിൽ ലെപ്രസി ബാധിച്ച ആളുകളുടെ ഇടയിൽ ശുശ്രൂഷ തുടങ്ങി. ഏകദേശം 33ഓളം കോളനികളിൽ നമ്മുടെ സിസ്റ്റേഴ്സ് പോയി അവരുടെ വൂണ്ട് കഴുകി വൃത്തിയാക്കി ശുശ്രൂഷ ചെയ്യുന്നു. അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. സുന്ദർബൻ എന്ന് പറയുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഡെൽറ്റ ഐലൻഡായിട്ടുള്ള സുന്ദർബൻസ്, അവിടെ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൻ്റെ പേര് തന്നെ വിധവ പാറ എന്നാണ്. വിധവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ വിധവകൾ, പാറ എന്ന് പറഞ്ഞ വില്ലേജ്. വിധവ പാറ എന്നാണ് എൻ്റെ പേര്. കാരണം ആ ഗ്രാമത്തിലെ ഭർത്താക്കന്മാർ, പുരുഷന്മാർ, അവർ ജീവിക്കുന്നത് കാട്ടിൽ പോയി തേന് അല്ലെങ്കിൽ മറ്റ് വസ്തുക്കൾ കാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടാണ്. അപ്പോൾ കാട്ടിൽ ഈ വസ്തുക്കൾ എടുക്കാൻ പോകുമ്പോൾ ബംഗാൾ ടൈഗർ ഇവരെ പിടികൂടി കൊന്നു. അല്ലെങ്കിൽ അവർ പുഴയിൽ പോയി, ബാക്ക് വാട്ടേഴ്സ്, അവിടെ പോയി മത്സ്യബന്ധനത്തിന് പോകണം. അവിടെ മുതലയുള്ള ഇതാണ്. അവരെ ചെറുതോണുകൾ പോകുമ്പോൾ മുതല അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഭർത്താക്കന്മാർ മരിക്കുന്നവരെ ആ സമൂഹത്തിൽ നിന്ന് അവർ പുറത്താക്കുകയാണ്. കാരണം അത് ആ കല്യാണം കഴിച്ച സ്ത്രീയുടെ കാരണമാണ്, അവർ കാരണമാണ് ഈ ഭർത്താവ് മരിച്ചതെന്നുള്ള ഒരു അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് ഇങ്ങനെ പുറത്താക്കപ്പെടുകയാണ്. അവരെല്ലാവരും കൂടി ഒരു സമൂഹമായിട്ട് ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ഥലമാണ് വിധവ പാറ എന്ന് പറയുന്നത്. ഇന്ന് അതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമൂഹത്തിൽ കടന്നു ചെന്ന് ആ വിധവകളെ 10, 90, 95 വയസ്സ് അവരെ ശുശ്രൂഷിച്ച് ദൈവത്തിൻ്റെ വചനം അവരെ അറിയിപ്പിച്ച് അവരെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ
ഏറ്റെടുത്ത് മറ്റുള്ളവരേക്ക് അറിയിക്കുക എന്നുള്ള കർത്താവിൻ്റെ വലിയ കമാൻഡ്മെൻറ്റ് പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഭാരവാഹികളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ വലിയ ദൗത്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. നമ്മുടെ നടപ്പിലും എടുപ്പിലും പ്രവൃത്തിയിലുമെല്ലാം ഈ വചനം പറയുവാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ. ക്രൂസിനെ നോക്കി, ദൈവത്തിൻ്റെ കുരിശിനെ നോക്കി നടക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ധാരാളമായ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ട അച്ഛനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. നമ്മൾ ഈ സെഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് വളരെ ചുരുങ്ങിയ നിമിഷത്തിൽ പ്രത്യേകിച്ച് റവറൻ ഫാദർ സിജോ പന്തപ്പള്ളി അച്ഛൻ, സ്നേഹമുള്ള ചെറിയാൻ സാർ ഓർപ്പിച്ചതുപോലെ ബിലീവേഴ്സ് ക്രിസ്ത്യൻ സഭയുടെ ഒരു വക്താവായിട്ട്, എൻ്റെ PR ആയിട്ട്, ഹോസ്പിറ്റലിൻ്റെ MD ആയിട്ട് നിലവിൽ ഈ നാളുകളിൽ സഭയുടെ ശുശ്രൂഷയിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും ആതുര ശുശ്രൂഷയിലുമൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സകലരെയും ശിഷ്യരാക്കുക എന്നുള്ളത് ഈ ലോകത്തിലെ നമുക്ക് ലഭിക്കാവുന്ന എല്ലാ സ്ഥാനങ്ങളും മാനങ്ങളും ഇവിടെയുള്ളതെല്ലാം ചവറും നെന്നി അതെല്ലാം കീറിക്കളയുമ്പം ക്രൂശിന്റെ കഷ്ടതയെ സഹിക്കാനുള്ള പാതയാണ് അച്ഛൻ സിമ്പിളായിട്ട് നമ്മളോട് പറഞ്ഞ് പഠിപ്പിച്ചു. വളരെ ലളിതമായ സന്ദേശം അച്ഛന് ബൈബിൾ സൊസൈറ്റിയിലെ എല്ലാവരുടെയും പേരിലൂടെ കടന്നു വന്നിരിക്കുന്ന ആളുകളുടെ പേരിൽ നമ്മളെല്ലാവരെയും പ്രതികരിച്ചുകൊണ്ട് സ്നേഹമുള്ള T. ബെഞ്ചമിൻ സാറ് നമ്മുടെ റീജിയണൽ കോർഡിനേറ്ററാണ്, കുമ്പനാട് ബ്രാഞ്ചിന്റെ സെക്രട്ടറിയാണ്, നമ്മുടെ സൂം പ്രയറിന്റെ കോർഡിനേറ്ററാണ്. സാർ മുമ്പോട്ട് വരും. ഒരു വാക്ക് നമ്മളെല്ലാവരെയും പ്രതികരിച്ചുകൊണ്ട് സാറ് നന്ദി അറിയിക്കുന്നതാണ്. അതിനുശേഷം പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിച്ച് നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു ഗാനത്തിന്റെ ഏതാനും ഈരടികൾ പാടി അഭിമന്യ തിരുമനസ് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിമന്യ എത്തിക്കഴിഞ്ഞു. ഒരു പാട്ട് പാടിയതിനു ശേഷം അടുത്ത സെഷനിലേക്ക് നമുക്ക് പ്രവേശിക്കുകയും ചെയ്യും. കൂടി വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഞാൻ ഈ സിജോ കാത്തപ്പള്ളി അച്ഛനെ വർഷങ്ങളായിട്ട് ക്രമമായി കേൾക്കുന്ന ഒരാളാണ്. അച്ഛൻ ഓർക്കുന്നോ എനിക്കറിയത്തില്ല. എന്റെ മകൻ സാം ലക്ഷ്മൺ എൻ്റെ ഹോസ്പിറ്റലിലെ ടോർച്ചാറ്റിലൂടെ വർക്ക് ചെയ്യുന്ന ഈ ബിലീവേഴ്സ് ചർച്ചിനെ കുറിച്ചും ബിലീവേഴ്സ് ഹോസ്പിറ്റലിനെ കുറിച്ചും ഞാൻ കേൾക്കുകയും വായിക്കുകയും ചെയ്താൽ ഈ സിജോ കാത്തപ്പള്ളി അച്ഛനെ കുറിച്ച് കേൾക്കാത്ത ഒരു വാർത്തയില്ല. അദ്ദേഹം ഇവിടെ വന്ന് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായ അഭിമന്യ പോലത്തെ തിരുമേനി അദ്ദേഹത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് കൽക്കട്ടയിൽ ഇവിടെ വെച്ച് ഈ സെന്ററിലെ ചുമതലയൊക്കെ ഏൽപ്പിച്ച് ഇവിടെ നിന്ന് പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമ്പോൾ തിരുമേനി നിന്ന് പ്രസംഗിക്കുന്ന പോലെ അദ്ദേഹം പ്രസംഗിച്ച ജോൺസനല്ല കൈയും കാര്യമൊക്കെ കാണിച്ചാൽ ഞാൻ ഓർത്തു. ഞാൻ 50 വർഷത്തോളം ചൈൽഡ് വാൻസ് ലക്ഷ്യമായിട്ട് ഞാൻ പ്രവർത്തിച്ചതാണ്. അച്ഛനെ ഞാൻ നേരത്തെ അച്ഛൻ ആദ്യമേ മുമ്പേ മനസ്സിലാക്കി CFൽ ഞാൻ വിളിച്ചിരുന്നു. ഞാനൊക്കെ തുടങ്ങിയ കാലത്ത് ഈ വിഷ്വൽസ് ഒക്കെ ഇതുപോലെ പേപ്പറൊക്കെ വിളിച്ച CFന്റെ വിഷ്വലിൽ കാണിച്ചുകൊണ്ട് സിജോ അച്ഛൻ ആഴമായ ചിന്തകൾ സൗമ്യനായി നിന്ന് നമുക്ക് പകർന്നു. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന പോലെ സകല മനുഷ്യരും സൽപ്രവൃത്തികളിൽ വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാണ്. അദ്ദേഹത്തിന്റെ അങ്ങാടി മെഹ്റാബുലിത്ത കണ്ടു. അതുകൊണ്ടാണ് ഈ ദേശത്ത് ഈ ഹോസ്പിറ്റലോടുള്ള ബന്ധത്തിൽ ഈ സഭയോടുള്ള ബന്ധത്തിൽ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന സിജോ അച്ഛനെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടൊക്കെ കണ്ടാൽ വലിയ പേടിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം അതുപോലെ അഡ്മിനിസ്ട്രേഷന് നല്ല കഴിവുള്ള ഒരു അച്ഛനാണ്. അച്ഛനെ ഇന്നുമായിട്ട് പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും ഇവിടെ വന്നിരിക്കാൻ അവസരം നമുക്ക് ഇവരെല്ലാം കൂടെ ഒരുക്കി തന്നു. ഇന്നത്തെ വൈകിട്ടത്തെ സെക്ഷന് നമുക്ക് വേണ്ട ലീഡർഷിപ്പ് തന്നു. പ്രത്യേകിച്ച് സിജോ അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ
സിജോച്ചന് നന്ദി. അഭിമന്യ തിരുമേനി നമ്മോട് കൂടെയുണ്ട്. എന്നാൽ നമ്മൾ ഇത്രയും നേരം അല്പസമയം ഇരിക്കുകയായിരുന്നല്ലോ. നമ്മൾ ആ പഠിച്ച പാട്ട് നമ്മുടെ ദാസ് സാറുണ്ട്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പവർ പോയിന്റിൽ അച്ഛൻ അതൊന്ന് ഡിസ്പ്ലേ ചെയ്താൽ നമുക്ക് പാട്ടിന്റെ 1-2 ചരണങ്ങൾ വളരെ ക്വിക്കായിട്ട് ഒന്നുകൂടെ പാടാം. അത് പാടിയതിനു ശേഷം അടുത്ത സെഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നോക്കാം. തിരുവചനം നുകരുവാൻ കൃപ നൽകിയ നാഥാ, തിരുസവിധത്തിൽ ഞാൻ അണഞ്ഞിടട്ടെ. തിരുവചനം നുകരുവാൻ കൃപ നൽകിയ നാഥാ, തിരുസവിധത്തിൽ ഞാൻ അണഞ്ഞിടട്ടെ. വചനമാം മധുരം ലഭിച്ച കൃത്തിൽ ആരാധ്യനായോരെ വാഴ്ത്തുന്നു ഞാൻ. വചനമാം മധുരം ലഭിച്ച കൃത്തിൽ ആരാധ്യനായോരെ വാഴ്ത്തുന്നു ഞാൻ. പോകാം പോകാം കാൽവരി മലയിൽ, കേൾക്കാം കേൾക്കാം ക്രൂശിന്റെ ശബ്ദം. പോകാം പോകാം കാൽവരി മലയിൽ, കേൾക്കാം കേൾക്കാം ക്രൂശിന്റെ ശബ്ദം. മൊഴികളിലൂടെ അരുളിയ വചനം ആനന്ദ സന്തോഷമേകി. മൊഴികളിലൂടെ അരുളിയ വചനം ആനന്ദ സന്തോഷമേകി. ഉന്നുണങ്ങിടും പൂവാടിടും ദൈവത്തിൻ വചനമോ നിലനിന്നിടും. ഉന്നുണങ്ങിടും പൂവാടിടും ദൈവത്തിൻ വചനമോ നിലനിന്നിടും. ദൈവവചനം പ്രതിധ്വനിയായ അമൃതായതരത്തിൽ രുചി പകരും. ദൈവവചനം പ്രതിധ്വനിയായ അമൃതായതരത്തിൽ രുചി പകരും. പോകാം പോകാം കാൽവരി മലയിൽ, കേൾക്കാം കേൾക്കാം ക്രൂശിന്റെ ശബ്ദം. പോകാം പോകാം കാൽവരി മലയിൽ, കേൾക്കാം കേൾക്കാം ക്രൂശിന്റെ ശബ്ദം. മൊഴികളിലൂടെ അരുളിയ വചനം ആനന്ദ സന്തോഷമേകി. മൊഴികളിലൂടെ അരുളിയ വചനം ആനന്ദ സന്തോഷമേകി. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന്റെ വലിയ കരുണയാൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിയുടെ 2025 വർഷത്തിലെ ബ്രാഞ്ച് ഒഫീഷ്യൽസ് റിട്രീറ്റ്
ഒരു സ്പെഷ്യൽ റിട്രീറ്റ് ആയിട്ട് പ്രത്യേകിച്ച് സപ്തതി ആഘോഷവേളയിൽ ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറി 1956 ജൂൺ മാസം 30 കേരള സ്റ്റേറ്റ് ഫോം ചെയ്ത അതേ വർഷത്തിൽ കോട്ടയം കേന്ദ്രമാക്കി ഫോം ചെയ്ത് 70 വർഷം പിന്നിടുന്ന സപ്തതിയുടെ നിറവിൽ നമ്മൾ ആയിരിക്കുന്ന അവസരത്തിൽ ഒരു സപ്തതിയുടെ ഒരു പ്രോജക്റ്റ് ആയിട്ട് തന്നെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് വെച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട കത്തീഡ്രൽ വെച്ച് നമുക്ക് തുടക്കം കുറിക്കുവാനും നമ്മുടെ ഓക്സിലറിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന അഭിമന്യ മോസ്റ്റ് ഡോക്ടർ തിയോഡോഷ്യസ് മുത്തമാന തിരുമേനി പ്രഭാതത്തിൽ അത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് മറ്റ് ഭംഗിയ ബിഷപ്പുമാരുടെയും വൈദികരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച് അതിന്റെ ഇന്നത്തെ ഈവനിങ് സെഷനിൽ നമുക്ക് ഒരുമിച്ച് എത്തിച്ചേരുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തന്നു. കഴിഞ്ഞ 70 വർഷക്കാലം ബൈബിൾ സൊസൈറ്റിയെ വചനത്തിന്റെ വിത്ത് വിതയ്ക്കുന്നവരായിട്ട് വിതക്കാരായി നമ്മളെ നിലനിർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് നന്ദി. ബൈബിൾ സൊസൈറ്റിക്ക് ഇന്ന് കേരളത്തിലെ 157 ബ്രാഞ്ചും 30 റീജിയനുമായിട്ട് എല്ലാ സഭകളുടെയും പൂർണ്ണ പങ്കാളിത്തത്തോടുകൂടി ഒരുമിച്ച് നമുക്ക് പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കി. ഈ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ എക്യുമെനിക്കൽ പ്രസ്ഥാനമായി വചനത്തിൽ വ്യത്യസ്തതകൾ ആഘോഷമാക്കുന്ന ഒരു എക്യുമെനിക്കൽ മൂവ്മെന്റ് ആയിട്ട്, മിഷൻ മൂവ്മെന്റ് ആയിട്ട് പോകാനായിട്ട് ദൈവം നമുക്ക് ഇടയാക്കി. അതുകൊണ്ടാണ് ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ വിവിധ ട്രഡീഷനിലുള്ളവരും എപ്പിസ്കോപ്പൽ നോൺ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്നുള്ളവരും എല്ലാവരും ഒരുമിച്ച് കൂടി ആരാധിക്കാനും പ്രാർത്ഥിക്കാനും കൂട്ടായ്മ പങ്കുവയ്ക്കുവാനും ഒക്കെയുള്ള വലിയൊരു യൂണിറ്റിയുടെ അനുഭവം ദൈവം നമുക്ക് തന്നു. പ്രത്യേകിച്ച് ഞാൻ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല, വളരെ കൃത്യസമയത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മധ്യത്തിലേക്ക് ഇന്ന് ഈ വൈകുന്നേരത്തെ ഈവനിങ് സെഷൻ ലാസ്റ്റ് സെഷനാണ്. അതിനുശേഷം ഒരു ഇന്ററാക്റ്റീവ് സെഷൻ മാത്രമേ നമുക്ക് ശേഷിക്കുന്നു. ഈ സെഷനിൽ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ കടന്നു വന്നിരിക്കുന്നത് റൈറ്റ് ഓൺ മാത്യൂസ് സറാഫി എപ്പിസ്കോപ്പ തിരുമേനിയാണ്. തിരുമേനി ബൈബിൾ സൊസൈറ്റിയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ്. പല പ്രോഗ്രാമിന് തിരുമേനിയെ ഞങ്ങൾ ട്രൈ ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യവും നമ്മുടെ ബ്രാഞ്ച് ഒഫീഷ്യൽസ് റിട്രീറ്റിന് ക്ഷണിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ തിരുമേനിയുടെ കോൺസെൻട്രേഷൻ സർവീസിനൊക്കെ ശേഷം വളരെ ദൂര യാത്രകളും ഔട്ട് ഓഫ് കൺട്രിയും ഔട്ട് ഓഫ് സ്റ്റേറ്റും ഒക്കെ ആയിട്ട് വ്യത്യസ്തമായ ശുശ്രൂഷകളിൽ തിരുമേനി വ്യാപൃതനായിരുന്നു. കഴിഞ്ഞ വർഷം പഠിച്ചപ്പം ഡേറ്റിൽ ഞാനുകൊണ്ട് അന്ന് തന്നെ തിരുമേനിയോട് ഈ ഡേറ്റ് പറഞ്ഞ് പൂർത്തിച്ച് തിരുമേനി ആക്ച്വലി നമ്മൾ ആഗ്രഹിച്ചത് ഇതിന്റെ കടശി ഡെഡിക്കേഷൻ സർവീസിൽ നാളെ 11:30 കൂടിയുള്ള സെഷനാണ്. എന്നാൽ അന്ന് ഒരു വർഷം മുമ്പ് കുറിച്ചിട്ട പ്രോഗ്രാം ആണല്ലോ. തിരുമേനി തന്നെ കുറിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് ഒരു 2 മാസത്തിന് മുമ്പ് തിരുമേനി വിളിച്ചിട്ട് ചോദിച്ചു, വച്ചാൽ എനിക്ക് അതൊന്ന് റീഷെഡ്യൂൾ ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രോഗ്രാം വന്നുപോയി. തിരുമേനിമാർക്ക് എപ്പോഴും ഒരു പ്രോഗ്രാം വരും. 1 മാസത്തിന് മുമ്പ് നമ്മൾ 1 വർഷത്തിന് മുമ്പ് നമ്മൾ ഡേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെറുതെയാണ്. പക്ഷെ തിരുമേനി അത് നോട്ട് ചെയ്ത് വെച്ച് വളരെ സന്തോഷത്തോടുകൂടി ചോദിച്ചു. അപ്പൊ അങ്ങനെ തിരുമേനി ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ അത് റീഷെഡ്യൂൾ ചെയ്യാം, തിരുമേനി ഈവനിങ്ങിൽ അവൈലബിൾ ആക്കാം. ഇപ്പോഴും തിരക്കിലാണ് തിരുമേനി. കഴിഞ്ഞ അന്നേരെ ഇന്നൊന്നും പോലെ നിൽക്കാതെ പോകണം തിരുമേനി പറഞ്ഞു. എന്നാൽ വളരെ നേരത്തെ തന്നെ ആ പ്രോഗ്രാം നോട്ട് ചെയ്ത് വെച്ച് തിരുമേനി നമ്മുടെ മതത്തിലേക്ക് എത്തിച്ചേർന്നു. നമുക്ക് എല്ലാവർക്കും തിരുമേനിയെ നല്ലതുപോലെ അറിയാം. പല പ്രഭാഷണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. തിരുമേനി BA എക്കണോമിക്സ്, അതുപോലെ MA ഹിന്ദി, അതുപോലെ തന്നെ LLB ഒരു ലോ ഒക്കെ പഠിച്ച വ്യക്തിയാണ്. വിവിധ നിലയിൽ ആസാം മൂവ്മെന്റിലൂടെയൊക്കെ വളർന്നു വന്ന വ്യക്തിയാണ്, നമുക്കറിയാം. തീർച്ചയായിട്ടും തിരുമേനിയെ സ്വാഗതം ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെ എല്ലാവരെയും പ്രതികരിച്ചുകൊണ്ട് സ്നേഹമുള്ള ജേക്കബ് വർഗീസ് സാറ് ഒരു ഭാഗം മുൻപോട്ട് വന്ന തിരുമേനിയെ വർഗീസ് ജേക്കബ് സാറ് മുൻപോട്ട് വന്ന് സ്വാഗതം ചെയ്യുന്നതാണ്. ഇതിനു മുമ്പ് നമ്മുടെ ഒരു ഉപകാരം ഓക്സിലറിയുടെ ഒരു ഉപകാരം തിരുമേനിക്ക് നൽകുവാനായിട്ട് ഓക്സിലറി കമ്മിറ്റി അംഗമായിരിക്കുന്ന PV ചെറിയൻ സാറിനെ ക്ഷണിക്കുന്നു. കൈയടിച്ച് തിരുമേനിയെ സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷന്റെ പേരിൽ സ്വാഗതം അർപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ റീജിയണൽ കോർഡിനേറ്റർ ആയിട്ട് സേവനം ചെയ്യുന്ന സ്നേഹമുള്ള വർഗീസ് ജേക്കബ് സാറിനെ ദൈവനാമത്തിൽ ഞാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം തിരുവേദിയിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഈ സെഷന് നന്ദി പറയുവാനായിട്ട് എബ്രഹാം ചെറിയാൻ അച്ഛൻ നമ്മുടെ പദ്ധതിയിലുണ്ട്. അച്ഛൻ തിരുവല്ല വെസ്റ്റ് ബ്രാഞ്ചിന്റെ പ്രസിഡന്റാണ്. അച്ഛനെയും ഞാൻ അതിനുശേഷം ക്ഷണിക്കുകയും ചെയ്യും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിവന്യ മാത്യൂസ് മാർ സെറാഫിൻ എപ്പിസ്കോപ്പ തിരുമേനി, ബഹുമാനപ്പെട്ട ഓക്സിലറി സെക്രട്ടറി ജേക്കബ് ആന്റണി അച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ബ്രാഞ്ച് ഒഫീഷ്യൽസ്, റീജിയണൽ കോർഡിനേറ്റേഴ്സ്,
ഓക്സിലറി ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ ഇന്നത്തെ വൈകിട്ടത്തെ സെക്ഷനിൽ ദൈവകൃപയാൽ നമുക്ക് ഇത്രയും പേർക്ക് ആയിരിക്കാൻ ദൈവം ഇടയാക്കുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കേരള ഓക്സിലറിയെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഇന്ത്യയിലെ 17 ഓക്സിലറികളിൽ കേരള ഓക്സിലറിക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഈ മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. ബ്രാഞ്ചസ് പോലും ഉള്ളത് കേരള ഓക്സിലറിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ അലഹബാദ് ഓക്സിലറി പോയിട്ടുണ്ട്, റാഞ്ചി ഓക്സിലറി പോയിട്ടുണ്ട്, മദ്രാസ് ഓക്സിലറിയിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊന്നും ഇതുപോലെ ഒരു സിസ്റ്റം ഇല്ല. എന്നാൽ കേരളത്തിലെ ദൈവം എത്രയോ വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ബൈബിൾ സൊസൈറ്റിക്ക് 157 ബ്രാഞ്ചുകള് ഈ തിരുവനന്തപുരം മുതൽ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള ഈ സ്ഥലങ്ങളിലെല്ലാം ഇത്രയും ബ്രാഞ്ചുകൾ ക്രമീകരിച്ച് ഈ ശുശ്രൂഷ ഏറെ അനുഗ്രഹകരമായി മുൻപോട്ട് പോകുവാൻ ഇടയാകുന്നത് എത്രയോ അനുഗ്രഹകരമായ ഒരു കാര്യം. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും ആളുകൾക്ക് ഇന്ന് രാവിലെ ഇത് മുഴുവൻ നിറഞ്ഞുള്ള ആൾക്കാരുണ്ടായിരുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ, ദൈവവചനത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവം നമുക്ക് ഇടയാകുന്നത്. അതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഈ എല്ലാവരും പറയുന്നത് രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്നത് പോലെ ഈ ഒരു ക്യാമ്പസ് നമുക്ക് ഇത്രമാത്രം അനുഗ്രഹകരമായി തീരുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്നത്തെ നമ്മുടെ ഈ വൈകിട്ടത്തെ സെക്ഷന് നമ്മോട് കൂടെ ആയിരിക്കുന്ന നമുക്ക് നേതൃത്വം നൽകുന്നത്, നമ്മോട് സംസാരിക്കുന്നത് അഭിവന്യ സെറാഫിം തിരുമേനിയാണ്. ഞാൻ സെറാഫിം തിരുമേനി ഈ സീഹോറ ആശ്രമത്തിലായിരിക്കുമ്പോഴാണ് തിരുമേനിയെ ഞാൻ കാണുന്നത്. അന്ന് പട്ടക്കാരനായി അവിടെ ആചാര്യയായി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങൾ ബൈബിൾ സൊസൈറ്റിയുടെ പേരിൽ റാഞ്ചിയിൽ പോയിട്ട് തിരികെ മടങ്ങി വരുമ്പോൾ പല മിഷൻ ഫീൽഡുകൾ സന്ദർശിച്ച് വരുമ്പോൾ സീഹോറ മിഷൻ ഫീൽഡിൽ പോകുന്നു, വന്ന് അവിടെ വെച്ച തിരുമേനിയുമായിട്ട് കാണുന്നു. അത് കഴിഞ്ഞ് ഇതുവരെ ആ സ്നേഹബന്ധം നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ ഇങ്ങനെ പറയും, ആഗോള സഭയുടെ, മർത്തോമ സഭയുടെ ദൈവജനം ഉണർവ് ആഗ്രഹിക്കുന്ന ദൈവജനത്തിന്റെ ഒരു വലിയ പ്രതീക്ഷയാണ് അഭിമന്യ സെറാഫിം തിരുമേനി. സ്തോത്രം. ഈശോമാർ തീമോഥെയോസ് തിരുമേനിക്ക് ശേഷം ആശ്രമ ജീവിതത്തിൽ നിന്ന് ഈ മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന അഭിമന്യ തിരുമേനി എന്നും ദൈവജനം വളരെ പ്രതീക്ഷയോടെ ആ തിരുമേനിയെ നോക്കിക്കാണുന്നത്. ദൈവവചനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തിരുമേനി, അച്ഛൻ പറഞ്ഞല്ലോ, തിരുമേനി ഡേറ്റ് കിട്ടാൻ വളരെ പ്രയാസമാണ്. എന്താ ദൈവവചനത്തിന്റെ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട തിരുമേനി ഓടി നടക്കുന്നത്. ബൈബിൾ സൊസൈറ്റിയുടെ ഓക്സിലറിയുടെ പ്രവർത്തനങ്ങളിൽ, ശുശ്രൂഷയിൽ ആദ്യമായിട്ട് തിരുമേനി ഇങ്ങനെ സംബന്ധിക്കുന്നത്. തിരുമേനി ഇന്ന് രാത്രികാലം നമ്മോടുകൂടി ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ നമ്മോടുള്ള തിരുമേനിയിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ദൈവശബ്ദത്തിനായി നമുക്ക് കാതോർക്കാം. തിരുമേനിയെ കേരള ഓക്സിലറി ബൈബിൾ സൊസൈറ്റി, കേരള ഓക്സിലറിയുടെ പേരിലും കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെ പേരിലും വളരെ വിനയത്തോടെ ആദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തിട്ട് എല്ലാം പ്രിയപ്പെട്ടവരെ ഒറ്റ വാക്കുകളെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Amen.
പകലിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ പകൽ മുഴുവൻ ഞങ്ങളെ പ്രവേശിച്ചാൽ ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിനക്ക് നന്ദി അറിയിക്കുന്നു. പ്രത്യേകമായി കേരള ഓക്സിലറുടെ വിഹിതമായ ശുശ്രൂഷകളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന നന്മകൾക്കായി സ്തോത്രം. ദൈവമേ, ഇന്ന് പ്രത്യേകമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നതായ ദിവസങ്ങളിലെ ബ്രാഞ്ച് ഒഫീഷ്യൽസിന്റെ റിട്രീറ്റ് എല്ലാ വിധത്തിലും അത് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം എന്റെ കൂടെ വ്യാപരിക്കുന്ന സ്തോത്രം. എല്ലാ വിധത്തിലും നേതൃത്വം നൽകുന്നതായിട്ടുള്ള ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട നിരമകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കരയിക്കുന്നു. അവിടുത്തെ വലിയ മക്കളെ അവിടുന്ന് ഇതുവരെയും കാത്തുപരിപാലിച്ച് ഈ ലോകത്തിന് അനുഗ്രഹമായിട്ടുള്ള വിധത്തിൽ വചനം ലഭ്യമാക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കുന്ന നന്ദിയോടെ സ്തോത്രം. ദൈവരാജ്യ ശുശ്രൂഷയിൽ പ്രവർത്തനങ്ങൾ ഞങ്ങളെല്ലാവരും അനുഗ്രഹീതരായി വർദ്ധിച്ചു വരുവാനുള്ള വലിയ ഒരുക്കത്തിന്റെ ദിനങ്ങളായി ഈ ദിവസങ്ങളെ അവിടുന്ന് തീർക്കുന്നതോടെ സ്തോത്രം. ഞങ്ങളെല്ലാവരെയും അവിടുത്തെ വിലമുള്ള കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നയിക്കപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷകളെ കൈക്കൊള്ളണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ആന്റണി ജേക്കബ് ആന്റണി അച്ഛനെ സൂചിപ്പിച്ചതുപോലെ പല പ്രാവശ്യം അച്ഛനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ ബൈബിൾ സൊസൈറ്റിയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ അച്ഛൻ്റെ വലിയ അനുഗ്രഹமான നേതൃത്വമൊക്കെയും മനസ്സിലാക്കുന്നതിനുമൊക്കെയും സാധിച്ചു. അതുപോലെ അച്ഛൻ ഞാൻ മെത്രാനായപ്പോൾ മുതൽ ഇങ്ങനെ ബൈബിൾ സൊസൈറ്റിയുടെ പ്രോഗ്രാമിനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ഓരോ അവസരങ്ങളും ഇങ്ങനെ വന്ന് അസൗകര്യങ്ങളൊക്കെ പറയുന്ന അവസാനമായിട്ട് ഈ ഒരു വിധത്തിൽ നിങ്ങളുടെ മുമ്പിലായിരിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തു. ഇന്ന് നടത്തപ്പെടുന്നതായിട്ടുള്ള ഈ ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന ബ്രാഞ്ച് ഒഫീഷ്യൽസ് റീജിയണൽ ബ്രാഞ്ച് ഒഫീഷ്യൽസ് റിട്രീറ്റ് അത് ഏറ്റവും അനുഗ്രഹമായി ദിവസങ്ങളിൽ ഈ ബിലീവേഴ്സ് ചർച്ചിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടത്തപ്പെടുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഇത്രയും പേര് പ്രിയപ്പെട്ട സഭാ നേതാക്കൾ, അച്ഛന്മാര് ഉൾപ്പെടെ വിവിധ ചുമതലകൾ വഹിക്കുന്ന പ്രിയപ്പെട്ടവര് എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ബൈബിൾ സൊസൈറ്റിയെ വളരെ നെഞ്ചോട് ചേർത്ത് പ്രവർത്തിക്കുന്നവര്, ദൈവജനത്തെ ആത്മാർത്ഥമായി ആഴത്തിൽ സ്നേഹിക്കുന്നവര്, കർത്താവിനെ സ്നേഹിക്കുന്നവര് എല്ലാവരും ഒരുമിച്ച് ഈ ഒരു റിട്രീറ്റിൽ പങ്കെടുക്കുന്നത് കാണുന്നത് അധികം സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഞാൻ നമ്മുടെ ബ്രോഷർ ഒന്ന് നോക്കിയപ്പോൾ നമ്മുടെ പൊതുവെയുള്ള വിഷയം എന്ന് പറയുന്നത് സോയിങ് ദ വേർഡ് ട്രാൻസ്ഫോമിംഗ് ജനറേഷൻസ്, വചനം വിതയ്ക്കുക, തലമുറകളെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് എനിക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ട്രാൻസ്ഫോമിംഗ് പവർ ഓഫ് ദ വേർഡ് ഇൻ ചാലഞ്ചിങ് ടൈംസ്, എ കോൾ ടു റിട്ടേൺ. മടങ്ങി വരുന്ന ആഹ്വാനം വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിവർത്തന ശക്തി എന്നുള്ളതാണ്. ട്രാൻസ്ഫോമിംഗ് പവർ ഓഫ് ദ വേർഡ് ഇൻ ചാലഞ്ചിങ് ടൈംസ്, എ കോൾ ടു റിട്ടേൺ. മടങ്ങി വരുന്ന ആഹ്വാനം വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിൽ ദൈവവചനത്തിന്റെ പരിവർത്തന ശക്തി വളരെ ആഴമായിട്ടുള്ള ഒരു വിഷയമാകുന്നു. നമ്മൾ ഇന്ന് ഇപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ചിന്തകൾ അല്പമായിട്ട് നമ്മൾ അത് ചിന്തിക്കുവാനായിട്ട് പോകുന്നു. അതുകൊണ്ട് എന്തിലേക്കാണ് മടങ്ങി വരുന്നത് എന്നുള്ളത് നമ്മൾ നിസ്സംശയം നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എന്തിലേക്കുള്ള മടങ്ങി വരുവാണ്? മടങ്ങി വരുന്ന ആഹ്വാനം അത് വചനത്തിലേക്കുള്ള മടങ്ങി വരുവാണ്. ആ വചനത്തിലേക്കുള്ള മടങ്ങിവരവ് ഇന്നത്തെ കാലഘട്ടത്തെ തിരിച്ചറിയുന്നതിലൂടെയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഡിസേർണിംഗ് ദ ടൈംസ്, വചനത്തെ കാലത്തെ തിരിച്ചറിയുക, കാലത്തിന്റെ ചുവരെഴുത്തുകൾ തിരിച്ചറിയുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വലിയ വെല്ലുവിളി, ഒരു അപകട സാധ്യത. ദൈവം നമുക്ക് ദൈവത്തിന്റെ ശുശ്രൂഷയിൽ, കർത്താവിന്റെ ശുശ്രൂഷയിൽ നമ്മൾ ഓരോരുത്തരും വിവിധ പ്രകാരേണ പങ്കാളിത്തം വഹിക്കുന്നവരാണ്. നമുക്ക് മുന്നിൽ ഒരു വലിയ അപകട സൂചനയുള്ള അനേകം നാശത്തിലേക്ക് നിബന്ധിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ മനസ്സിലാക്കി ക്രിസ്തുവിൽ ജീവിതം രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി വചനത്തിലേക്കുള്ള ഒരു മടങ്ങിവരവ് അതാകുന്നു നമുക്ക് സാധ്യമായിട്ടുള്ളത്. ഡിസൈനിങ് ലൈഫ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ആ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ മുന്നിൽ കണ്ടുകൊണ്ട് വചനത്തിലേക്കുള്ള ഒരു മടങ്ങിവരവ്
ആ വചനത്തിലേക്കുള്ള മടങ്ങിവരവാണ് ഈ സമൂഹത്തിലും വായിക്കുന്നതിലൊക്കെ രൂപാന്തരം വരുത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്താണ് കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ? കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നാം ഈ ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളുമുണ്ട്, ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ള വെല്ലുവിളികളുമുണ്ട്. വെല്ലുവിളികളില്ലാത്ത ഒരു കാലഘട്ടവും ഈ ലോക ചരിത്രത്തിൽ കാണുകയില്ല. എന്നാൽ നമ്മുടെ ഇന്ന് നാം ജീവിക്കുന്നതായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം വ്യത്യാസം സംഭവിച്ചുള്ള ഫാസ്റ്റ് ചേഞ്ചിങ് ഒരു സാഹചര്യമാണ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു നൂറ്റാണ്ട് കൊണ്ട് സംഭവിക്കുന്ന മാറ്റങ്ങൾ ഒറ്റ വർഷം കൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വളരെയധികം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവവചനത്തിന് മാറ്റമില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ മാറുന്ന ലോകത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യൻ എല്ലാ വിധത്തിലും ഭൗതികമായിട്ടുള്ള ഒരു വലിയ വളർച്ചയിലേക്കാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വളർച്ചയിലാണെങ്കിലും ഭൗതികതയിലുള്ള ഒരുപാട് വളർച്ച, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളും നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ജീവിത സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ ഇന്ന് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയും അത് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളവയുമാണ്. മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള ഉയർച്ച അതിന്റെ അധ്യക്ഷകോടിയിൽ എത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതുവരെ മാനവ ചരിത്രം ഇത്രമാത്രം നേട്ടങ്ങൾ കൈവരിച്ച ഒരു സമയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നാം ജീവിക്കുന്ന ലോകം വളരെയധികം പ്രാധാന്യമുള്ള പ്രത്യേകതയുള്ള ലോകമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നത്തെ മാറി വരുന്ന ജീവിത സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും അനുഭവിക്കാനായിട്ടും സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ധാർമ്മികമായിരിക്കുന്ന ഒരു വലിയ അധപ്പതനം, ഒരു മൂല്യച്യുതിയുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആത്മീയമായ ഒരു വലിയ ദാരിദ്ര്യത്തിലാണ് മനുഷ്യനെന്ന് ജീവിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വചനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന മൂല്യങ്ങൾക്കും അധികം പ്രാധാന്യം നൽകാത്ത ഒരു മനുഷ്യ സമൂഹം ഇന്ന് രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ദൈവവചനത്തിനും അതിലൂടെ ഉടലെടുക്കുന്നതായിട്ടുള്ള മൂല്യങ്ങൾ അധികമായിട്ടുള്ള പ്രാധാന്യം നൽകാതെ മറ്റ് പല സംഗതികൾക്കും പ്രാധാന്യം നൽകുന്നതായിട്ടുള്ള സമൂഹം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഇന്ന് സമൂഹത്തിന്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുടുംബങ്ങളാണ്. എന്നാൽ ആ കുടുംബങ്ങൾ തന്നെ ഇന്ന് പലതരത്തിലുള്ള ശിഥിലീകരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ തകർച്ച ഇന്ന് വളരെയധികം പ്രാധാന്യം അർഹിക്കും. നമ്മുടെ അനേകം നമ്മുടെ ജീവിക്കുന്ന നമ്മുടെ ആയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ നമ്മൾ നോക്കുമ്പോൾ കുടുംബ തകർച്ചകൾ ഇന്ന് വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ആസക്തികൾ മനുഷ്യനെ ഇന്ന് പിടിപെടുകയാണ്. അത് ലഹരി വസ്തുക്കൾ മാത്രമല്ല, മനുഷ്യൻ ഒരുപാട് തരത്തിലുള്ള ആസക്തികളെ ഇന്ന് മനുഷ്യനെ ഇങ്ങനെ പിടിച്ച് അതിലേക്ക് അവനെ കൊണ്ട് എത്തിക്കുവാനായിട്ടുള്ള ഒരു വലിയ തീവ്രമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഒരു കാലഘട്ടമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മടങ്ങിവരവിന്റെ ഒരു ആഹ്വാനം, ഈ മരണ മധ്യത്തിലാകുമ്പോൾ നമുക്ക് മടങ്ങിവരവ് എന്നുള്ളതായ ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വിശപ്പ് കൊണ്ട് മനുഷ്യൻ മരിക്കുന്നു, അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നും ലോകത്തിൽ മനുഷ്യൻ വിശപ്പ് കൊണ്ട് മരിക്കുന്നു എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എന്നാൽ പട്ടിണിക്കിട്ട് കൊല്ലുക എന്നുള്ളതാണ് മനുഷ്യന് മറ്റൊരു മനുഷ്യനെ അല്ലെങ്കിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു മരണത്തിന് ശിക്ഷ വിധിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ഒരാളെ പട്ടിണിയിലൂടെ മരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശിക്ഷ എന്നുള്ളത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അഥവാ യേശുക്രിസ്തുവിന്റെ കാലത്ത് അന്നത്തെ ഏറ്റവും വലിയ ക്രൂരമായിട്ടുള്ള വധോപാധി എന്ന് പറയുന്നത് കുരിശുമരണമായിരുന്നു നമ്മൾ വായിക്കണം. അപ്പോൾ ആ കുരിശുമരണം എന്നുള്ളത് എന്താണ് ഇത്രമാത്രം ക്രൂരമായിരിക്കും ചോദിച്ചത്, ശാരീരികമായിട്ടുള്ള പീഡനങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ആ വ്യക്തി മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിയുടെ മരണത്തോട് മല്ലടിക്കുന്നത് വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും വളരെ ജീവിതത്തിന്റെ ശരീരത്തിന്റെ അങ്ങനെയുള്ള ഒരുപാട് വളരെ ഞെരിഞ്ഞമർന്ന് മരിക്കുന്നതായിട്ടുള്ള അനുഭവമാണ്.
അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ മരണത്തിന്റെ സംഖ്യ പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ്. എന്നാൽ പോലും ഈ അടുത്ത സമയത്ത് ഒരു വായിക്കുകയുണ്ടായി, ഒരു വീട്ടിൽ ഒരു മരുമകളെന്ന ശേഷം ആ വീട്ടിലെ അമ്മായിയമ്മയും ഭർത്താവും പീഡനം നൽകി മരണത്തിന് വിധേയായിട്ടുള്ള ഒരു വീട്ടമ്മ. അവരുടെ മരണകാരണം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചെന്താണ്, പട്ടിണി കിടന്നാണ് ഇവർ വളരെ നാളുകളായിട്ട് അവരുടെ ആമാശയത്തിൽ ഭക്ഷണ സാധനങ്ങളൊന്നും ചെന്നിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റാർവ് ചെയ്താണ്, പട്ടിണി കിടന്നാണ് മരിച്ചു എന്ന് കാണുവാനായിട്ട് സാധിച്ചത്. അമ്മായിയമ്മയും അല്ലെങ്കിൽ മകനും ഈ മരിച്ച ആളിന്റെ ഭർത്താവും ചേർന്നാണ് ഇങ്ങനെയുള്ള കൊടും ക്രൂരതയ്ക്ക് വിധേയാക്കിയത് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു പോസ്റ്റ്മോർട്ടത്തിലൂടെ. ഇതൊരു യാഥാർത്ഥ്യമാണ്. പട്ടിണി കിടക്കുന്നത് പല സാഹചര്യങ്ങളും കൊണ്ട്, എന്നാൽ ഒരാളെ പട്ടിണിക്കിടുക എന്ന് പറയുന്നത് വലിയൊരു ക്രൂരതയാണ്. ഈ പട്ടിണിക്കിട്ട് മരിക്കാനായിട്ട് അനുവദിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദൈവവചനത്തിന്റെ ക്ഷാമത്തിലൂടെ, അല്ലെങ്കിൽ ദൈവവചനം ലഭ്യമാകാതെ ഒരു വ്യക്തി മരണപ്പെടുക, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ദാരിദ്ര്യത്തിലൂടെ ഒരു വ്യക്തി മരിക്കുക എന്ന് പറയുന്ന ഒരാളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നതിനും സമമാണ്. രണ്ടും ഒരുപോലെ തന്നെ അതിക്രൂരമായിട്ടുള്ള ഒരു വധമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ച് നമ്മൾ വയറ് നിറഞ്ഞ് ജീവിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ പട്ടിണിക്കിടുവാനായിട്ടുള്ള നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് മറ്റുള്ളവർക്ക് വചനം ലഭിക്കാതെ ഭക്ഷണമില്ലാതെ മരിക്കുന്നതും വചനപോഷണമില്ലാതെ മരിക്കുന്നതും ഒരുപോലെ ദുഃഖിതമായിരിക്കുന്ന കഠിനമായിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ലോകത്തെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ഇന്ന് വളരെയധികം വിവരസമൃദ്ധമായിട്ടുള്ള ഒരു ലോകമാണ്. വിവരസമൃദ്ധം എന്ന് പറയുമ്പോൾ ഇൻഫർമേഷന്റെ എല്ലാ തരത്തിലുമുള്ള മനുഷ്യന് വിവരങ്ങൾ, വിവരസാങ്കേതിക വിദ്യ വളരെയധികം വർദ്ധിച്ചു. വിരൽത്തുമ്പിൽ ഇന്ന് മനുഷ്യന് എല്ലാ വിവരങ്ങളും ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ലോകം ഇന്ന് വചനസമൃദ്ധമല്ല, വിവരസമൃദ്ധമാണ്, വിഭവസമൃദ്ധമാണ്, എന്നാൽ വചനസമൃദ്ധമല്ലാത്തതായ ഒരു ലോകത്തിലാണ് നമ്മൾ. നമ്മൾ ചോദിക്കും, ഒരുപാട് പണ്ടത്തേക്കാളൊക്കെ മനുഷ്യന് ഇന്ന് വചനം നൽകപ്പെടുന്നത് ഒരുപാട് പലതരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ ഇന്ന് കൂടുതൽ വചനം പ്രഘോഷിക്കപ്പെടുന്നില്ലയോ എന്നൊക്കെ നമ്മൾ ചോദിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ലോകത്ത് അനേകർ അതിൽ മുങ്ങി മയങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് നമ്മുടെ അനേകരും ചിന്തിക്കുന്നത്, പൊതുവെ നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഒരു ചിന്ത, ദൈവമേ എനിക്ക് തോന്നുന്നു ഇവിടെ ആരും ബൈബിള് മൊബൈലിൽ നോക്കുന്നവരുണ്ട്. എന്നാൽ പുതിയ തലമുറയും പഴയ തലമുറയും അങ്ങനെ ഇപ്പോൾ കാണുന്നുണ്ട്. രണ്ടുപേരും, നമ്മൾ പിള്ളേരെ മാത്രമല്ല പറയാം. അപ്പോൾ രണ്ടുകൂട്ടരും, പഴയ തലമുറയിലുള്ളവരും പുതിയ തലമുറയിലുള്ളവരും ഇന്ന് ഒരുപോലെ ബൈബിള് ഡൗൺലോഡ് ചെയ്താൽ മതിയല്ലോ, അത് തെറ്റാണെന്നുള്ളതല്ല, എന്നെ സംബന്ധിച്ചുള്ളത് അംഗീകരിക്കാനായിട്ട് പൂർണ്ണമായി സാധിക്കില്ലെങ്കിൽ കൂടെ ബൈബിള് മതിയല്ലോ എന്നുള്ളതായ ഒരു ചിന്തയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ഒരുങ്ങി വചനം പഠിക്കുന്നതിന് വേണ്ടി ഒരുക്കത്തോടുകൂടെ ആയിരിക്കുന്ന ഒരു അനുഭവം ഒരിക്കലും ഒരു ബൈബിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ വചനം പഠിക്കുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യമായിട്ട് അത് തീരുന്നത്, നമ്മൾ അതിനുവേണ്ടി മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ അതിനുവേണ്ടി വേർതിരിച്ചൊരുങ്ങി ദൈവവചനം പഠിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് വചനത്തിലൂടെയുള്ള അനുഗ്രഹവും സൗഖ്യവും ലഭിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇന്ന് നമ്മളാരും ഈ ഒരു ലോകത്തിന്റെ ഒഴുക്കിൽ ഒരുപാട് സാങ്കേതികതകളുടെ പിന്നാലെ പോകുന്നത് കൊണ്ട് ദൈവവചനം നമുക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. നമ്മള് വചനജീവികളായിത്തീരണം. വേൾഡ്ലി ബീയിങ് ഉണ്ട്, വൈൽഡ് ബീയിങ്സ് ഉണ്ട്, വന്യജീവികളും ലോക ജീവിതവുമല്ല, പിന്നെ വേൾഡ്ലി ലിവിങ് ഹ്യൂമൻ ബീയിങ്, വേൾഡ്ലി ബീയിങ്സ് ആണ്. വേൾഡ്ലി ബീയിങ്സ് അതായത് വചന ജീവികളായി നമ്മൾ രൂപാന്തരപ്പെടണം. വൈൽഡായി പോകുന്നതും
വേൾഡിയായി പോകുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത് ഇത് ചെത്തി വെടിപ്പാക്കുന്നതായിട്ടുള്ളത്. വൈൽഡായിട്ട് വളർന്നു വരുന്നത് ഒരിക്കലും ഫലം നൽകിയില്ല. വൈൽഡായിട്ട് വളരുന്നത് കാട് കയറി പോയി കഴിഞ്ഞാൽ കുതിരവള്ളി കൊമ്പുകളിലൂടെ ഫലം തരുവാനായിട്ട് സാധിക്കും. എന്നാൽ നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുകയും അബൈഡിങ് മൈ വേർഡ് എന്ന് പറയുമ്പോൾ അതിനു മുമ്പായിട്ടാണ് കർത്താവ് പറയുന്നത് ഞാനത് ചെത്തി വെടിപ്പാക്കുന്നതായിട്ടുള്ള അനുഭവം. ആ വൈൽഡായിട്ടുള്ള വളർച്ചയെ തടയുന്നതായിട്ടുള്ള അനുഭവം, ആ വൈൽഡായിട്ടുള്ള അനുഭവങ്ങൾ, വന്യമായിട്ടുള്ള വളർച്ച, ലോകത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് വളർച്ചകൾ തടയുന്നതായിട്ടുള്ള അനുഭവമാണ് ദൈവവചനത്തിന് അനുസൃതമായിട്ടുള്ള ഒരു വളർച്ച, അല്ലെങ്കിൽ ദൈവവചനത്തിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള ഒരു ലോക ജീവിതമാണ് നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. ഇന്ന് നമ്മളെ ജീവിക്കുന്ന ലോകത്തിൽ വളരെയധികം ഇന്ന് ബൈബിളിന്റെ വിതരണമൊക്കെയും വളരെയധികം ഇന്ന് റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയുമാണ് നോക്കുന്നത്. നമുക്കറിയാം, വടക്കേന്ത്യയിൽ വിവിധ ഇടങ്ങളിലൊക്കെ ഉണ്ടായ ഈ മതപരിവർത്തനമൊക്കെയും ആരോപിച്ചുകൊണ്ടുള്ള ഒരുപാട് കേസസ് ഒക്കെ ഉണ്ടാക്കി അവരുടെ കയ്യിൽ തൊണ്ടി സാധനമായിട്ടാണ് ബൈബിളിനെ കാണുന്നത്. അപ്പോൾ ഇവർ മതപരിവർത്തനത്തിന് വേണ്ടി ഉള്ളവരാണ് എന്നുള്ള അത് ആരോപിച്ചുകൊണ്ടാണ് പലപ്പോഴും അവരെ അങ്ങനെയുള്ള കേസുകളിൽ. അപ്പോൾ കയ്യിലൊരു ബൈബിൾ പോലും സൂക്ഷിക്കുന്നത് ഇന്ന് ഒരു കുറ്റകരമായിട്ടുള്ള ഒരു അനുഭവമായി തീരുന്നു. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വചനം ഭാഗിച്ചു കൊടുക്കുന്നതിന് ഭാഷയുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. അതുപോലെ നമ്മളിന്ന് നേരിടുന്ന സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ട്. അതുപോലെ മത തീവ്രത വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നുമില്ലാത്ത രീതിയിൽ മത തീവ്രത ഇന്ന് വർദ്ധിച്ചു വരുന്നു. എന്നാൽ നമുക്കറിയാം, ഈ അനുഭവങ്ങളുടെ മധ്യത്തിലൂടെയൊക്കെ ആണെങ്കിലും വചനത്തെ നമുക്ക് ഒരു വിധത്തിലും ആർക്കും തടയുന്നതിന് സാധിക്കും. ഈയിടെ ഒരു ക്രിക്കറ്റ് കളിച്ച പെൺകുട്ടി ദിവ്യമ്മയുടെ കഥയൊക്കെ നമുക്ക് ഒറ്റപിരിച്ചുകൊണ്ട് ലോകം മുഴുവൻ അവൾ കീഴടക്കുകയായി യേശുക്രിസ്തുവിനെ സാക്ഷ്യത്തിലൂടെ. അപ്പോൾ ദൈവത്തിൽ പ്രവർത്തിക്കാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ഒരുപാട് വിധത്തിലൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും, എന്തെല്ലാം തടസ്സങ്ങൾ നേരിട്ടാൽ എന്നുള്ളത് ആശ്രയിച്ചു. അതുകൊണ്ട് ബൈബിൾ സൊസൈറ്റിയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള നമുക്ക്, അല്ലെങ്കിൽ ബൈബിൾ വിതരണം അതിനൊക്കെയാണല്ലോ ബൈബിൾ സൊസൈറ്റി. അതിനുവേണ്ടി നമുക്ക് വിഭവസമാഹരണം, ഒരുപാട് പ്രവർത്തനങ്ങളിലൊക്കെ നമ്മളെല്ലാവരും വ്യാപൃതരായിട്ടാണ്. എന്നാൽ അത് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് വെറും പുസ്തകത്തിന്റെ മുദ്രണമല്ല. അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. പുസ്തകത്തിന്റെ മുദ്രണവും വിതരണവും മാത്രമല്ല നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ആവശ്യമാണ്, അത് നടക്കുന്നത്. എന്നാൽ ആ വചനത്തിലേക്ക് മടങ്ങി വരുന്നുള്ള വിളിയാണ് നമുക്ക് ഈ ലോകത്തിൽ നൽകുവാനായിട്ട്. വചനത്തിലേക്ക് മടങ്ങി വരുന്നതിനുള്ള ഒരു ആഹ്വാനം ലോകത്തിന് നൽകുക എന്നുള്ളതാണ് ഈ ബൈബിൾ സൊസൈറ്റിയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുണ്ട്. ബൈബിള് അച്ചടിക്കുന്നു, വിതരണം ചെയ്യുന്നു, പരിഭാഷ ചെയ്യപ്പെടുന്നു, അതെല്ലാം അതിന്റെ ക്രമമനുസരിച്ച് നടക്കുന്നുണ്ട്, നടന്നുകൊള്ളും. എങ്കിൽ അതിലും നമ്മളെല്ലാവരും സഹകരിച്ചാണ് അതിനോട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധിക്കില്ല. എങ്കിലും അതിനപ്പുറത്തായിട്ടുള്ള വചനത്തിലേക്കുള്ള ഒരു ആഹ്വാനം, വചനത്തിലേക്ക് മടങ്ങി വരുന്നതിനുള്ള ഒരു ആഹ്വാനം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദൗത്യമാണ് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വചനത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനം നൽകുന്ന വ്യക്തികളായി തീരുവാൻ നമുക്ക് സാധിക്കും. ഒരുപാട് നമുക്ക് വചനമുണ്ട്, അത് വചനം നമ്മുടെ ഭവനങ്ങളിലും നമുക്ക് എല്ലായ്പ്പോഴും അവൈലബിൾ ആണ്. യഥാർത്ഥമായിട്ടുള്ള വചനത്തിലേക്കുള്ള മടങ്ങിവരവ് സാധ്യമാണോ, അതിന് നമുക്ക് യാഥാർത്ഥ്യമാണോ എന്നുള്ളത് നമ്മെ തന്നെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം മനുഷ്യരൂപം എടുത്തു വന്നതാണ് കർത്താവായ യേശുക്രിസ്തു. God became flesh. എന്നാൽ ദൈവവചനം അക്ഷരരൂപത്തിൽ അവതരിച്ചതാണ് ബൈബിൾ. ദൈവം മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് യേശുക്രിസ്തു. എന്നാൽ ദൈവത്തിന്റെ വചനം അക്ഷരരൂപത്തിൽ നമ്മുടെ മുൻപിൽ ആയിരിക്കുന്നത് ഈ വേദപുസ്തകത്തിലൂടെയാണ്. അതുകൊണ്ട് ദൈവവചനത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ദിശാബോധം നഷ്ടപ്പെടുകയാണ്, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ്. ദൈവവചനത്തോടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള ബന്ധമാണ്. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ മനുഷ്യന് ദിശാബോധം നഷ്ടപ്പെടുകയാണ്. എങ്ങോട്ടാണ് പോകേണ്ടത്, ഡയറക്ഷൻ തെറ്റിയ ഒരു വ്യക്തിയെ പോലെ ആയിത്തീരുകയാണ്. ദൈവം നൽകുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ മനുഷ്യൻ ദിശാബോധം നഷ്ടപ്പെട്ട് ലോകത്തിന്റെ ശബ്ദത്തിന് പിന്നാലെ പോകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള അവസ്ഥാവിശേഷത്തെ പറ്റി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്.
എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ട കിണറുകളെ തന്നെ കുഴിച്ചു. എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ട കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധവും ദൈവവചനത്തോടുള്ള ബന്ധവും വിട്ടിട്ട് ഇന്ന് നമ്മൾ വെള്ളമില്ലാത്ത അല്ലെങ്കിൽ ജീവനില്ലാത്ത, ഒരു വിധത്തിലും ആശയ്ക്ക് വകയില്ലാത്തതായിട്ടുള്ള, ഒരിക്കലും നമ്മെ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥത്തിലേക്ക് പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കാത്തതായിട്ടുള്ള മറ്റനേക കാര്യങ്ങളെ തിരിഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ലോകത്തിൽ മുന്നേറുന്നവരായി തീരുന്നു എന്നുള്ളത് നമുക്ക് ലോക ചലനങ്ങളെയൊക്കെ സസൂക്ഷ്മം വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം 2 രാജാക്കന്മാരുടെ പുസ്തകം 22-23 നമുക്ക് അത് പരിചയമുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അധികമായിട്ട് അതിനെ വിശദീകരിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 22-23 അധ്യായങ്ങളിൽ നമ്മളവിടെ വായിക്കുന്നത് യോശിയ രാജാവിന്റെ കാലഘട്ടത്തെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ദൈവവചനം ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തുകയും അതേപ്രകാരം ഒരു രാജ്യത്തെ ജനങ്ങളുടെ മടങ്ങിവരവിന് കാരണമായി തീരുകയും ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് വളരെ വിശദമായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ന്യായപ്രമാണം, ദൈവവചനം നമ്മെ മടങ്ങിവരവിലേക്കും നമ്മുടെ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്കും നമുക്ക് മുഖാന്തരമായി തീരുന്നു. അത് നമ്മുടെ സഭാജീവിതത്തിലും നമ്മുടെ സമൂഹ ജീവിതത്തിലും ഒക്കെയും നമുക്ക് ഈ ഒരു മടങ്ങിവരവിന്റെ അനുഭവം ആവശ്യമാണ്. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നു, യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും ഇസ്രായേലിൽ അതിന്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്ര മനസ്സ് വെച്ചിരുന്നു എന്നവിടെ ഒരു വാക്യമുണ്ട്. യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും ഇസ്രായേൽ അതിന്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്ര മനസ്സു വെച്ചിരുന്നു. Ezra had set his heart to study the law of the Lord and practice it, and to teach his statutes and ordinances in Israel. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിട്ടുള്ള ഒരു വാക്യമാണ്. അത് വായിക്കുക, പരിശോധിക്കുക, അതിനനുസരിച്ച് നടക്കുക, അതിനനുസരിച്ച് പ്രാക്ടീസിങ് the word of God. അതുപോലെ തന്നെ അത് ഉപദേശിക്കുക. ഇതിനെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. ഒന്ന്, അത് പരിശോധിക്കുക, ദൈവവചനത്തിന്റെ പരിശോധന, അതിന്റെ പഠനം, to study the word of God and to practice it and to teach. ഇതെല്ലാം നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് വചനപ്രകാരം വചനം കേൾക്കുന്നവരാണ് അധികം എല്ലാവരും. പള്ളിയിൽ വരുന്നവരെല്ലാം വചനം കേട്ടിട്ടാണ് പോകുന്നത്. ആരാധനാലയങ്ങളിൽ പങ്കെടുക്കുന്നവരെല്ലാം വചനം കേട്ടിട്ടാണ് ഇന്ന് പണിയിപ്പോകുന്നത്. എന്നാൽ വചനപ്രകാരം ജീവിക്കുന്നവർ ഇന്ന് കുറവാണ്. ഈ ഒരു അന്തരമേഖലയാണ് സംഭവിക്കുന്നത്. വചനം കേൾക്കുന്നുണ്ട്, വചനം പ്രഘോഷിക്കപ്പെടുന്നുണ്ട്, എന്നാൽ വചനപ്രകാരമുള്ള ഒരു ജീവിതം ഇന്ന് നമുക്ക് സാധ്യമാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മാതാപിതാക്കളുടെ ജീവിതത്തിൽ കുട്ടികൾ ഈ വചനത്തിന്റെ പ്രാക്ടീസ് കാണാതെ പോകുന്നത് കൊണ്ട് അവരൊരു വളരെ കൺഫ്യൂഷനിലാണ്. മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഈ വചനം കേൾക്കുന്നവരാണ്, അനുസരിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നവരാണ്, അത് പ്രഘോഷിക്കുന്നവരാണ്. എന്നാൽ അത് ജീവിക്കാതെ പോകുന്ന സമൂഹത്തിൽ അവർക്ക് ജീവിക്കുവാൻ സാധിക്കാതെ പോകുന്നതിലൂടെ ഒരു പൊരുത്തക്കേട് കണ്ടെത്തുവാൻ സാധിക്കുന്നതിലൂടെ അവർക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകും. അത് തലമുറകളെ വചനത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുവാനുള്ള ഒരു കാരണമായി നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വചനത്തിൽ നിന്ന് ഇന്ന് വചനത്തിലേക്ക് മടങ്ങി വരണമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വചനം കേൾക്കുന്നവരും വചനം പ്രഘോഷിക്കുന്നവരും അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവരുമാണ്. എന്നാൽ വചനം യഥാർത്ഥമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പ്രായോഗികമാക്കുവാൻ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമുക്കതിന് ജീവിക്കുവാൻ സാധിക്കാതെ പോകുന്നതിലെ ഒരു പൊരുത്തക്കേട്, അത് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ആശയക്കുഴപ്പമുണ്ടാക്കുകയും അവർ വഴിമാറി സഞ്ചരിക്കുന്നതിന്, ലോകത്തിന്റെ ദൈവവചനത്തിന്റെ ദിശയിൽ നിന്ന് മാറി ലോകത്തിന്റെ ദിശയിലൂടെ
സഞ്ചരിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്തു. ദൈവം തന്നെ ജനത്തോട് പറയുന്നുണ്ട്, നീ എവിടെ വീണുവോ അവിടെ നിന്ന് മടങ്ങി വരും. എവിടെ വീണുവോ അവിടെ നിന്ന് മടങ്ങി വരും. ഇത് കേവലം ഒരു ആത്മീയ അല്ലെങ്കിൽ ഒരു ഭാഷ്യമല്ല, പിന്നെയോ അത് ജീവിത രീതിയിൽ ഉണ്ടാകേണ്ട മാറ്റത്തിന്റെ ഒരു ആഹ്വാനം. അപ്പോൾ ദൈവത്തിനും കേവലം ഒരു വാചകത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു അനുഭവമല്ല, പ്രത്യേക ജീവിത രീതിയിലെ മാറ്റത്തിനു വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ്. അതുകൊണ്ട് മടങ്ങിവരവ്, ഉറവിങ്ങിലേക്കുള്ള ഒരു മടങ്ങിവരവ്, അതാണ് നമുക്ക് ആവശ്യമായി. ഉറവിങ്ങിലേക്കുള്ള ഒരു മടങ്ങിവരവ്, ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിലേക്കുള്ള ഒരു മടങ്ങിവരവിനുള്ള ഒരു ആഹ്വാനം. പുസ്തകം 35-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. അനന്തരം ദൈവം യാക്കോബിനോട് പറയുന്നു, നീ പുറപ്പെട്ട ബഥേലിൽ ചെന്ന് പാർക്കാം. നിന്റെ സഹോദരനായ യേശാവിന്റെ മുൻപിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. നീ പോയിടത്ത് നിന്ന്, നീ എവിടെ നിന്ന് നിന്റെ സഹോദരൻ യേശുവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോയോ അവിടെ നിനക്ക് പ്രത്യക്ഷനായ ദൈവം അവിടെ വെച്ച് അവിടെ നിന്ന് ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് പറയുകയാണ്. അതുകൊണ്ട് നമ്മള് ബൈബിൾ സൊസൈറ്റിയിലൂടെ പ്രിന്റ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഓരോ വചനവും ഓരോ മനുഷ്യരുടെ ഹൃദയത്തിൽ വീഴുന്നതായിട്ടുള്ള, വിതയ്ക്കപ്പെടുന്നതായിട്ടുള്ള വിത്തുകളാണ്. നാം തന്നെ ആദ്യം മടങ്ങി വരുമെങ്കിൽ നമ്മുടെ ശുശ്രൂഷയ്ക്കും നമ്മുടെ വിശ്വാസ സാക്ഷ്യത്തിനും പുതുക്കം ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നാം തന്നെ ഈ ശുശ്രൂഷയിൽ വചനത്തിലേക്കുള്ള ഒരു മടങ്ങിവരവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരംഭിക്കുമ്പോൾ അത് നമ്മുടെ തന്നെ ജീവിത സാക്ഷ്യത്തിനും നമ്മുടെ ശുശ്രൂഷയ്ക്കും നമ്മുടെ സമൂഹത്തിനും എല്ലാം ഒരു പുതിയ ജീവന്റെ അനുഭവമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എബ്രായലേഖനം 4:12 നമുക്ക് എല്ലാവർക്കും കാണാപ്പാടം അറിയാവുന്നതായിട്ടുള്ള വാക്കാണ്. അവിടെ പറയും, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. അപ്പോൾ ജീവനും ചൈതന്യവും ഉള്ളതായ അനുഭവമാണ്. അത് വെറും അക്ഷരമല്ല, അത് ജീവൻ തന്നെയാണ്. അത് വായിക്കുമ്പോൾ എന്താണ്? അത് നമ്മെ വായിക്കും. ദൈവവചനം നാം വായിക്കുമ്പോൾ അത് നമ്മെ വായിക്കുന്നു. നാം പഠിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിന് രൂപാന്തരം. നാം ദൈവവചനം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാറ്റുന്ന ഒരു അനുഭവമായി ദൈവവചനം തീരുകയാണ്. നാം വിതയ്ക്കുന്നതായിട്ടുള്ള വചനം അതൊരു ദിവസം ഫലം തരുന്നതായിട്ടുള്ള വിത്താകും. അത് തലമുറകളിലേക്ക് പെർമിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള അനുഭവമാണ്. നമ്മുടെ തലമുറകളെ പറ്റിയുള്ള വലിയ കാഴ്ചപ്പാട് നമ്മുടെ ഈ ടൈറ്റിൽ ഇന്നത്തെ ഈ ദിവസങ്ങളിലെ ചിന്തകൾ തന്നെ സോയിങ് ദ വേർഡ് ട്രാൻസ്ഫോമിംഗ് ജനറേഷൻസ് എന്നാണ്. ഇന്ന് വിതയ്ക്കുന്നതായിട്ടുള്ള വിത്ത് തലമുറകളിലേക്ക് വ്യാപിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമായി നിലനിന്ന ഫലം കായ്ക്കുന്നതിന് അത് കാരണമായി തീരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, വചനം രാപ്പകൽ ധ്യാനിക്കുന്നതായിട്ടുള്ള വ്യക്തിയുടെ അനുഭവത്തെ പറ്റി, അവൻ തന്റെ ഭാഗ്യാവസ്ഥയെ പറ്റി, he will be like a tree firmly planted by streams of water which yields his fruit in season and his leaf does not wither എന്നാണ് അവിടെ പറയുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയിൽ ആശ്ചര്യത്ത് കണ്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവിടെ ഒരിക്കലും വാടാത്ത. അതുകൊണ്ട് ചേഞ്ചിങ് ടൈംസ്, നമ്മുടെ ചലഞ്ചിങ് ടൈംസ്, അവിടെ ഒന്നും ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവർക്ക് പ്രതികൂല സാഹചര്യങ്ങളിൽ ഈ പച്ചയോടുകൂടെ ഉതിർന്നു പോകാവുന്നതായുള്ള സാഹചര്യങ്ങളിൽ, വാടി പോകാവുന്നതായുള്ള സാഹചര്യങ്ങളിൽ നനവുള്ള അനുഭവങ്ങൾ ദൈവവചനത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പ്രതികൂല കാലാവസ്ഥയും പ്രതിബന്ധങ്ങളെയും നമ്മുടെ വെല്ലുവിളികളെയും നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ട്രാൻസ്ഫോം ദ വേൾഡ് ത്രൂ ദ ട്രാൻസ്ഫോമിംഗ് പവർ ഓഫ് ദ വേൾഡ്, അതാകുന്നു നമ്മുടെ ഈ നാളുകളിൽ അനുഭവിച്ചത്. ട്രാൻസ്ഫോം ദ വേൾഡ്, രൂപാന്തരപ്പെട്ട ഒരു ലോകം. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ത്രൂ ദ ട്രാൻസ്ഫോമിംഗ് പവർ ഓഫ് ദ വേൾഡ്. ദൈവവചനത്തിന്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയിലൂടെ രൂപാന്തരപ്പെട്ടതായ ഒരു ലോകം, അതാകുന്നു നമ്മളെ ലക്ഷ്യമിട്ട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യേണ്ടത്. ദൈവമേ, നിന്റെ കൃപയിൽ ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥന, ഈ ലോകത്തെ പറ്റിയുള്ള ദൈവഹിതം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രാർത്ഥനയിൽ പങ്കുചേരുവാനായിട്ട് സാധിക്കുന്നത്.
വികലമാക്കപ്പെട്ട ലോകത്തിൽ നവക്രമം, നമ്മളെ സാധാരണ പറയുന്നതായിട്ടുള്ള ഒരു വാക്കാണ് പുത്തൻ ലോകക്രമം, പുതിയ ലോകക്രമം. അത് സാധ്യമായി തീരേണ്ടത് ഈ വചനത്തിലൂടെയാണ്. മാറി വരുന്ന ലോക സാഹചര്യങ്ങളിൽ ഒരു പുതിയ ലോകക്രമം രൂപപ്പെടുത്തുവാനായിട്ട് ദൈവവചനത്തിന്റെ പ്രഘോഷണവും അതിന്റെ പ്രാക്ടീസും അതിന്റെ ടീച്ചിങ്ങും എല്ലാം നമുക്ക് മുഖാന്തരമായി തീരും. ഈ ലോകത്തിന് ഒരു നവരൂപം നൽകുവാൻ വചനത്തിന് ഒരു വലിയ ശക്തിയുണ്ട്. അത് വലിയൊരു നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയുമാണ്. ആ ഒരു വലിയ എക്സ്പെക്ടേഷനോടുകൂടിയാണ് നമ്മളെ ഈ ഒരു ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ വ്യാപൃതരായിരിക്കും. എല്ലാം കുറേ പുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്തു എന്നുള്ള ഒരു ലക്ഷ്യം സാധിച്ചെടുക്കുക മാത്രമല്ല, ലോകത്തിന്റെ ഇന്നത്തെ ചാലഞ്ചസിന് മുൻപിൽ ഈ പറയുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമല്ല, മറ്റനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. അതിന്റെയൊക്കെ മധ്യത്തിൽ യഥാർത്ഥത്തിലുള്ള വചനത്തിലേക്കുള്ള മടങ്ങിവരവ് എങ്ങനെയാണ് ഈ ലോകത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുവാനായിട്ട് സാധ്യമായിരിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി വേൾഡ് ബിഗിൻസ് വിത്തിൻ അവർസെൽവ്സ്. നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഈ ലോകത്തിന്റെ രൂപാന്തരം ആരംഭിക്കുന്നത്. അതുകൊണ്ട് നിക്കോദെമസിനോട് കർത്താവ് പറഞ്ഞു, യു മസ്റ്റ് ബോൺ അഗെയിൻ, വീണ്ടും ജനിക്കണം, എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ന്യൂ ബർത്ത്, അത് യേശുക്രിസ്തുവിനോട് പുതിയ ജീവന്റെ അനുഭവം, അത് നമ്മൾ പ്രാപിക്കുന്ന ഈ വചനവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ആ രൂപാന്തരപ്പെട്ട വ്യക്തിത്വത്തിന്റെ ഉടമകളായി നമ്മൾ തീരുമ്പോൾ, നമ്മുടെ സമൂഹത്തിലായി തീരുമ്പോൾ, നമുക്ക് ഈ ലോകത്തിന് ഒരു വലിയ മാറ്റത്തിന്റെ ചാലകശക്തികളായി തീരുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം വളരെയധികം വലുതാണ്. ഇന്നത്തെ ഈ നമ്മുടെ മാറി വരുന്ന ജീവിത സാഹചര്യങ്ങൾക്കും ഇന്നത്തെ ഈ വെല്ലുവിളി നിറഞ്ഞതായിട്ടുള്ള കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിവർത്തന ശക്തി തിരിച്ചറിയുകൊണ്ട് ഈ മടങ്ങി വരവിന്റെ ആഹ്വാനം ലോകത്തിന് നൽകുവാനുള്ള, അത് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർ ദർശിക്കുവാനായിട്ടുള്ള, വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് ലോകം ദർശിക്കുവാനുള്ള ഒരു അനുഭവമായി തീരുവാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഖാന്തരമായി തീരട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ വലിയ ശുശ്രൂഷയിൽ പങ്കാരായിരിക്കുന്ന നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് ഇവിടുത്തെ ആത്മാവിനാൽ നമ്മെ ശക്തീകരിച്ച് വഴിനടത്തുമാറാം. അഭിയന്തിയാണ് സഭാവിന്റെ വേണ്ടിക്കൂടെ ഇത്രയും നേരം ദൈവത്തിന്റെ വചനം കേൾക്കാൻ മടങ്ങി വരുവാനുള്ള വലിയ ആഹ്വാനത്തെ കുറിച്ച് നമ്മെ ഓർമ്മിക്കുന്നുണ്ടായി. ഇന്ന് തിരുവേദിയുടെ വാക്കുകൾ എത്ര സജീവമായിരുന്നു. പ്രത്യേകിച്ച് വചനത്തിനുള്ള ബന്ധത്തിൽ ഫലകരമായി ശുശ്രൂഷ കഴിയുന്ന ആളുകളുടെ പട്ടക്കാരനായി നിർവഹിച്ചു. തുടർന്ന് സഭയുടെ മേൽപ്പെടുന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ദേശത്തും പ്രത്യേകിച്ച് വടക്കേന്ത്യയിലുള്ള പ്രവർത്തനം ശ്രീവരാസനത്തോടുള്ള ബന്ധത്തിലൊക്കെ എത്ര അനുഗ്രഹമായ ശുശ്രൂഷകൾ നിർവഹിച്ചു. ആ നല്ല അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. ഇങ്ങനെ നമുക്ക് മടങ്ങി വരാം, വചനത്തിൽ നിലനിൽക്കാം. നാം തന്നെ രൂപാന്തരത്തിന്റെ ചാലശക്തികളായി മാറുക. അതിലൂടെ നാമായിരിക്കുന്ന സമൂഹത്തിൽ വചനത്തിന്റെ സാക്ഷ്യം അറിയുവാനായിട്ട് ഇടയായിത്തീരുന്ന നമുക്ക് തിരുമിക്കുന്ന ഓർമ്മിക്കുന്നു. ഇത് പ്രായോഗിക തലത്തിൽ വളരെയധികം നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്കറിയാം. ഇവിടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ വളരെ സവിസ്തരമായ ചുരുങ്ങിയ സമയമാണ് തിരുമേനി നല്ല ഒരു ആഹ്വാനം നമുക്ക് നൽകി. കേരളത്തിലെ മോളവിയോളം പ്രവർത്തിക്കുന്ന ബൈബിൾ സൊസൈറ്റിയുടെ ചുമതലക്കാരെന്ന നിലയിൽ വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് നിറവേറ്റാനുണ്ടെന്നുള്ളത് നമ്മളെ ഓർമ്മിച്ചു. അതിനെ ശുശ്രൂഷ ഫലകരമായി നിറവേറ്റാനും ലോകത്തിൻ്റെ മുമ്പാകെ ഒരു സാക്ഷ്യമായി തീരാനും നമ്മുടെ പ്രവർത്തനങ്ങളെ ഇവിടുത്തെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനിയിലൂടെ നമുക്ക് ലഭിച്ചതായ നല്ല ദൂതനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ശേഷത്തിന്റെ പ്രശ്നം അതോടൊപ്പം തന്നെ വളരെ സജീവമായ നാളുകളിൽ തിരുമേനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും ലളിതമായ ഭാഷയിലൂടെ തിരുമേനിയെ കേൾക്കാൻ സാധിക്കും. അത് ഏറ്റവും അനുഗ്രഹമാണല്ലോ. അതിനിടയിലും നമ്മളായിരിക്കുവാൻ ഈ സന്ധ്യാസമയം ഉപയോഗിക്കുകയും നമുക്ക് നല്ലൊരു തോന്നൽ നൽകുകയും ചെയ്തു. കേരള ഓക്സിലറുടെ നാമത്തിൽ എല്ലാ ചുമതലക്കാരെയും കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും നാമത്തിൽ തിരുമേനിയോടുള്ള
സ്നേഹാദരവും നന്ദിയും ഏറ്റുപിടിക്കുന്നു. എല്ലാവർക്കും നന്ദി അറിയിച്ചു. തിരുമേനിയോട് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കും. വചനം നുകരുവാൻ കൃപ നൽകിയ നാഥ, ആ തിരുസവിധത്തിൽ ഞാൻ അണഞ്ഞിടട്ടെ. തിരുവചനം നുകരുവാൻ കൃപ നൽകിയ നാഥ, ആ തിരുസവിധത്തിൽ ഞാൻ അണഞ്ഞിടട്ടെ. വചനമാ മധുരം ലഭിച്ച കൃത്തിൽ ആരാധ്യനായോനെ വാഴ്ത്തുന്നു ഞാൻ. വചനമാം മധുരം ലഭിച്ച കൃത്തിൽ ആരാധ്യനായോനെ വാഴ്ത്തുന്നു ഞാൻ. പോകാം പോകാം കാൽവരി മലയിൽ, കേൾക്കാം കേൾക്കാം ക്രൂശിലെ ശബ്ദം. പോകാം പോകാം കാൽവരി മലയിൽ, കേൾക്കാം കേൾക്കാം ക്രൂശിലെ ശബ്ദം. മൊഴികളിലൂടെ അരുളിയ വചനം അകതാരിലാനന്ദ സന്തോഷമേകി. മൊഴികളിലൂടെ അരുളിയ വചനം അകതാരിലാനന്ദ സന്തോഷമേകി. ആദ്യത്തെ സ്റ്റാൻസിയും കോറസും ഒരിക്കൽ കൂടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. അടുത്ത എല്ലാവരും എഴുന്നേറ്റ് നമുക്ക് പാടാം. സന്ധ്യയിൽ ദൈവത്തിന്റെ വചനം പുല്ലുണങ്ങും പൂവാടിലും ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്നതാണ്. നമ്മുടെ തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമേറിയ ജീവന്റെ വചനം. തിരുവചനം നുകരുവ കൃപ നൽകിയ നാഥ, ആ തിരുസവിധത്തിൽ ഞാൻ അണഞ്ഞിടട്ടെ. തിരുവചനം നുകരുവ കൃപ നൽകിയ നാഥ, ആ തിരുസവിധത്തിൽ ഞാൻ അണഞ്ഞിടട്ടെ. വചനമാം മധുരം ലഭിച്ച കൃത്തിൽ ആരാധ്യനായോനെ വാഴ്ത്തുന്നു ഞാൻ. വചനമാം ആരാധ്യനായോനെ വാഴ്ത്തുന്നു ഞാൻ. പോകാം പോകാം കാൽവരി മലയിൽ, കേൾക്കാം കേൾക്കാം ക്രൂശിലെ ശബ്ദം. പോകാം പോകാം കാൽവരി മലയിൽ, കേൾക്കാം കേൾക്കാം ക്രൂശിലെ ശബ്ദം. മൊഴികളിലൂടെ അരുളിയ വചനം അകതാരിലാനന്ദ സന്തോഷമേകി. മൊഴികളിലൂടെ അരുളിയ വചനം അകതാരിലാനന്ദ സന്തോഷമേകി. പുല്ലുണങ്ങിടും പൂവാടിടും ദൈവത്തിൻ വചനമോ നിലനിന്നിടും. പുല്ലുണങ്ങിടും പൂവാടിടും ദൈവത്തിൻ വചനമോ നിലനിന്നിടും. ദൈവവചനം പ്രതിധ്വനിയായി കൃത്തിൽ അമൃതായി ആദരത്തിൽ രുചി പകരം. ദൈവവചനം പ്രതിധ്വനിയായി കൃത്തിൽ അമൃതായി
പോകാം പോകാം കാൽവരി മലയിൽ, കേൾക്കാം കേൾക്കാം ക്രൂശിലെ ശബ്ദം. മൊഴികളിലൂടെ അരുളിയ വചനം, അകതാരിലാനന്ദ സന്തോഷമേ. മൊഴികളിലൂടെ അരുളിയ വചനം, അകതാരിലാനന്ദ സന്തോഷമേ. വചനത്തിൻ സാരം സനാതനമേ, ജീവൻ പകരുന്ന ഔഷധമേ. വചനത്തിൻ സാരം സനാതനമേ, ജീവൻ പകരുന്ന ഔഷധമേ. വചനം നൽകിടും പുതുശക്തിയാതിരവും, ധരയിൽ നിൻഹിതം നിറവേറ്റിടാൻ. വചനം നൽകിടും പുതുശക്തിയാതിരവും, ധരയിൽ നിൻഹിതം നിറവേറ്റിടാൻ. പോകാം പോകാം കേൾക്കാം കേൾക്കാം മൊഴികളിലൂടെ അരുളിയ വചനം, അകതാരിലാനന്ദ സന്തോഷമേകി. മൊഴികളിലൂടെ അരുളിയ വചനം, അകതാരിലാനന്ദ സന്തോഷമേകി. അണയുന്നു നാഥ തിരുസന്നിധിയിൽ, തിരുവചനം നിത്യവും പ്രമാണിക്കാം. അണയുന്നു നാഥ തിരുസന്നിധിയിൽ, തിരുവചനം നിത്യവും പ്രമാണിക്കാം. തേനിനേക്കാളും തേക്കട്ടയേക്കാളും മാധുര്യമേറിടും തിരുവചനം. തേനിനേക്കാളും തേക്കട്ടയേക്കാളും മാധുര്യമേറിടും തിരുവചനം. തിരുവചനം നുകരുവാൻ കൃപ നൽകിയ നാഥ, ആ തിരുസവിധത്തിൽ ഞാൻ അണഞ്ഞിടട്ടെ. തിരുവചനം നുകരുവാൻ കൃപ നൽകിയ നാഥ, ആ തിരുസവിധത്തിൽ ഞാൻ അണഞ്ഞിടട്ടെ. വചനമധുരം ലഭിച്ച യന്ത്രത്തിൽ ആരാധ്യനായോനെ വാഴ്ത്തുന്നു ഞാൻ. വചനമധുരം ലഭിച്ച യന്ത്രത്തിൽ ആരാധ്യനായോനെ വാഴ്ത്തുന്നു ഞാൻ. പോകാം പോകാം കാൽവരി മലയിൽ, കേൾക്കാം കേൾക്കാം ക്രൂശിലെ ശബ്ദം. പോകാം പോകാം കാൽവരി മലയിൽ, കേൾക്കാം കേൾക്കാം ക്രൂശിലെ ശബ്ദം. മൊഴികളിലൂടെ അരുളിയ വചനം, അകതാരിലാനന്ദ സന്തോഷമേകി. മൊഴികളിലൂടെ അരുളിയ വചനം, അകതാരി
Oh